നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആന്റണി പെരുമ്പാവൂരിനെ മുന്നിൽ നിർത്തി മലയാള സിനിമയിൽ നിർമ്മാതാക്കളെ രണ്ട് വഴിക്കാക്കാനുള്ള പണിയിലോ പവർ ഗ്രൂപ്പ്. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടതിന് നിർമ്മാതാക്കളുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാറിനെതിരെ ആന്റണി പെരുമ്പാവൂർ താങ്കൾ ആരാണ് സിനിമാ സമരം പ്രഖ്യാപിക്കാൻ എന്ന് ചോദിച്ചെത്തിയത് മുൻനിര താരങ്ങളുടെ പിന്തുണയോടെ. സംവിധായകൻ വിനയനെതിരെ പടനയിച്ച് മാക്ടിയെ പിളർത്തിയ പവർ ഗ്രൂപ്പ് നിർമ്മാതാക്കളുടെ സംഘടനയിലും വിള്ളൽ വീഴ്ത്തുന്നു. കോടികളുടെ നഷ്ടക്കണക്ക് പറയുമ്പോഴും തമ്മിൽ തല്ലിലേക്ക് മലയാള സിനിമ വീണ്ടും എത്തുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ആന്റണി പെരുമ്പാവൂരിനെ ചാവേറാക്കുന്നത് ആരൊക്കെ? നിർമ്മാതാവ് ജി സുരേഷ് കുമാറിനെ വിമർശിച്ച ആന്റണി പെരുമ്പാവൂരിനെതിരെ കടുത്ത വിമർശനമാണ് തിരികെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇന്ന് ഉന്നയിച്ചത്. ആന്റണി പെരുമ്പാവൂർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ യോഗങ്ങളിൽ പോലും പങ്കെടുക്കുന്നില്ലെന്നും എന്തിനാണ് ഇത്തരത്തിലൊരു വിമർശനം നടത്തിയതെന്നും അത് അനുചിതമായി പോയി എന്നുമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇന്ന് ഔദ്യോഗികമായ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ജോയിന്റ് സെക്രട്ടറിയായ ശ്രീ സന്ദീപ് സേനൻ തത്സമയം ചേരും. ഒപ്പം FK പ്രതിനിധീകരിച്ച് ശ്രീ ഷിബു സുശീലൻ, തിരക്കഥാകൃത്ത് ശ്രീ വിനു കിരിയത്ത്, ചലച്ചിത്ര അക്കാദമി അംഗം ശ്രീ M അരുൺ, നടനും അമ്മയുടെ ഭാരവാഹിയുമായ ശ്രീ ജയൻ ചേർത്തല എന്നിവരാണ് ചേരുന്നത്. ഒപ്പം സിനിമാ ലേഖകനായ ശ്രീ പല്ലിശ്ശേരിയും പ്രൈം ഡിബേറ്റിൽ ചേരും. ആദ്യം ശ്രീ വിനു കിരിയത്ത്, ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ മലയാള സിനിമയ്ക്ക് ഒട്ടും ചേർന്ന കാര്യമല്ലല്ലോ. നഷ്ടക്കണക്ക് കോടികളുടേതാണ്, അത് ശരിയുമാണ്. ജി സുരേഷ് കുമാർ പറഞ്ഞതിൽ ആർക്കാണ് ഇത്ര എതിർപ്പുള്ളത്? ഇപ്പോൾ ആന്റണി പെരുമ്പാവൂർ സ്വന്തം നിലയ്ക്കാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് എന്ന് കരുതാനാകില്ലല്ലോ. അതിന് പിന്നിൽ മലയാള സിനിമയിലെ ശക്തരായ ചിലരുണ്ട്. അങ്ങനെ സംശയിക്കേണ്ടി വരുമല്ലോ. സുരേഷ് കുമാർ, ഞാൻ ഇന്നൊരു പത്രസമ്മേളനം നടത്തി എല്ലാ സിനിമാക്കാരെയും അധിക്ഷേപിക്കാം എന്ന് വിചാരിച്ച് വന്നതല്ല. ഒരു സംഘടനയുടെ തലപ്പത്ത്, അതായത് ആൻഡോ ജോസഫ് അന്നേ ദിവസം ഇല്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ചെയർ വഹിക്കുന്നത് സുരേഷ് കുമാറാണ്. അതോടൊപ്പം അന്ന് ഫിയോക്കിൻ്റെ ആൾക്കാർ, നിർമ്മാതാക്കളുടെ സംഘടനയോടൊപ്പം റൈറ്റേഴ്സ് യൂണിയൻ്റെ ആൾക്കാരുണ്ടായിരുന്നു, സംവിധായകൻ ജോസ് തോമസ് ഉണ്ടായിരുന്നു. ജോസ് തോമസ് നിർമ്മാതാവും കൂടെ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഒരു ചർച്ചയിൽ ഉരിഞ്ഞെടുത്ത കാര്യങ്ങളാണ് അന്ന് സുരേഷ് കുമാർ പറഞ്ഞത്. ഇതേ ആൻഡോ ജോസഫ് നമ്മുടെ ആന്റണി പെരുമ്പാവൂർ അന്നേ ദിവസം ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടില്ല. പങ്കെടുത്തിരുന്നെങ്കിൽ അഭിപ്രായങ്ങൾ അവിടെ പറയാമായിരുന്നു. സുരേഷ് കുമാറിനെ നിയോഗിച്ചത് കാരണം സുരേഷ് കുമാർ പറഞ്ഞപ്പോൾ ആന്റണി പെരുമ്പാവൂരിന് മാന്യമായിട്ട് അവരോട് നേരിട്ട് കാര്യങ്ങൾ പറയാതെ ചാനലുകളിൽ കൂടി പറഞ്ഞതിലാണ് ഇത് ഇത്രയും വലിയ വാർത്തയാകുന്നത്. പക്ഷേ അതിൽ ആന്റണി പെരുമ്പാവൂർ പറയുന്ന ന്യായം എന്നത് ഇത് സിനിമാ സംഘടനകൾ യോജിച്ചെടുത്ത തീരുമാനം എന്ന രീതിയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റായ സുരേഷ് കുമാറിന് പറയുവാൻ ആരാണ് അധികാരം നൽകിയത്? അങ്ങനെ യോജിച്ചൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ്. ശരിയാണോ? ഇപ്പോൾ FKയുടെ പ്രതിനിധി കൂടിയാണല്ലോ ശ്രീ ഷിബു സുശീലൻ. അങ്ങനെ യോജിച്ചെടുക്കാത്ത ഒരു തീരുമാനമാണോ ശ്രീ ജി സുരേഷ് കുമാർ? അദ്ദേഹവും പ്രമുഖനാണ്. ഒരുപക്ഷെ ഈ പവർ ഗ്രൂപ്പിന്റെ ആളെന്ന് പോലും അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. കാരണം ഈ പവർ ഗ്രൂപ്പ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന താരങ്ങളുമായിട്ടും സംവിധായകരുമായിട്ടും ഒക്കെ അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് ശ്രീ സുരേഷ് കുമാർ. വർഷങ്ങളായി മലയാളം സിനിമാ ഇൻഡസ്ട്രിയിൽ പ്രമുഖനായ നിർമ്മാതാവുമാണ്. അടുത്തിടെയാണ് അദ്ദേഹം സിനിമ നിർമ്മാണ രംഗത്ത് സജീവമല്ലാത്തത്. പക്ഷെ നടൻ എന്ന നിലയിൽ അദ്ദേഹം സജീവമാണ് താനും ഇപ്പോൾ. ശ്രീ ഷിബു സുശീലൻ, അപ്പോൾ ഈ യോജിച്ചെടുക്കാത്ത ഒരു തീരുമാനമാണോ സുരേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണ്. അതായത് അന്നത്തെ മീറ്റിങ്ങിൽ FK ഉണ്ടായിരുന്നു, ഫിയോക്ക് ഉണ്ടായിരുന്നു, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഉണ്ടായിരുന്നു, പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ തീരുമാനം എന്ന് പറയുന്നത്, അന്നത്തെ ചർച്ച എന്ന് പറയുന്നത് തന്നെ മലയാള സിനിമയുടെ ബഡ്ജറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ സമീപകാലത്തുണ്ടായ അധിക ബഡ്ജറ്റിൽ ഓരോ സിനിമയ്ക്കുണ്ടാകുന്ന വർധനവിനെ പറ്റി ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ടാക്സ് ഇനത്തെ പറ്റി ചർച്ച ചെയ്യുകയും ഒക്കെ ചർച്ച ചെയ്തതിന് ശേഷം ഒരു തീരുമാനമെടുത്തത്, നമ്മൾ ഇത് ജൂൺ 1 ഒരു സമര പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ അതിന് മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതായത് അത് ലാസ്റ്റ് ഘട്ടമാണ്. അതിനു മുമ്പ് നമ്മളെല്ലാവരും മറ്റുള്ള എല്ലാ സംഘടനയോടും സർക്കാരിനോടും അതുപോലെ തന്നെ വ്യക്തികളോടും സംസാരിച്ച് നമുക്ക് എങ്ങനെ ഇതൊരു പരിഹാരം കാണാം, ആ പരിഹാരം കണ്ടില്ലെങ്കിൽ മാത്രമാണ് ജൂൺ 1 മുതൽ സമരം എന്ന് പറഞ്ഞത്. അല്ലാതെ നേരിട്ട് ഒരു സമരം എന്നോടൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അത്
ഈ ഫെഫ്ക ഉൾപ്പെടെ എല്ലാവരോടും ആലോചിച്ചിട്ട് തന്നെയാണ് അന്ന് അങ്ങനെ സംസാരിച്ച പക്ഷെ അവിടെ ഈ താരങ്ങളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് അമ്മയ്ക്കും അങ്ങനെയാണല്ലോ. അമ്മ എന്ന സംഘടനയ്ക്കും അങ്ങനെ തന്നെയാണ്. അമ്മ എന്ന സംഘടന എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കടലാസിൽ മാത്രമേ ഉള്ളൂ. അമ്മ എന്ന സംഘടനയ്ക്കും ജി സുരേഷ് കുമാറിനോട് ഇപ്പോൾ ദേഷ്യമാണുള്ളത്. അദ്ദേഹത്തെ തള്ളി പറയുകയാണ്. ഈ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കുന്നില്ല, അത് മലയാള സിനിമയിൽ ഒരു വലിയ നഷ്ടത്തിന് കാരണമാകുന്നു എന്നുള്ളതാണല്ലോ ജി സുരേഷ് കുമാർ അന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതും നിങ്ങൾ യോജിച്ചെടുത്ത ഒരു തീരുമാനം, അത് പറയണം എന്ന് യോജിച്ചെടുത്ത ഒരു തീരുമാനമാണോ, അതോ സുരേഷ് കുമാർ സ്വന്തം നിലയ്ക്ക് പറയുകയാണോ ഉണ്ടായത്? അതാണല്ലോ ഈ പ്രകോപനപരമായി കാര്യമായി മാറിയതും ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാറിനെതിരെ ഫേസ്ബുക്കിൽ പ്രതികരിക്കാൻ ഇടയായതും അതിന് മറുപടിയായി ഓക്കെ അല്ലേ അണ്ണ എന്ന് ചോദിച്ചുകൊണ്ട് പൃഥ്വിരാജ് അതിനെ പിന്തുണച്ചതും. അതായത് ഏത് കാലഘട്ടത്തിലും മലയാള സിനിമ ഉണ്ടായ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ താരങ്ങൾക്ക് പേയ്മെൻറ്റ് കൂടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അത് ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നവർ ആ ആരോഗ്യപരമായിട്ടുള്ള സബ്ജക്റ്റ് കണ്ടെത്തുകയും അതിന് വേണ്ട താരങ്ങളെ, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന താരങ്ങളെ വെച്ച് സിനിമ എടുക്കുകയാണ് വേണ്ടത്. നമ്മൾ മോശം സബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മളത് തിയേറ്ററിൽ ഓടണില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. നല്ല സിനിമകൾ നിർമ്മിക്കാൻ നല്ല നിർമ്മാതാക്കൾ വരികയും അതിനോടൊപ്പം താരങ്ങൾ സഹകരിക്കുകയും തന്നെ ചെയ്യുന്നത്. എപ്പോഴും താരങ്ങൾ അങ്ങനെ സഹകരിച്ചിട്ടുണ്ട്. പിന്നെ വ്യക്തിപരമായിട്ട് ചില ആർട്ടിസ്റ്റുകൾ ചില പ്രൊഡ്യൂസേഴ്സിന് പൈസ കുറച്ചും അഭിനയിക്കാറുണ്ട്. അത് ചിലപ്പോൾ പൈസ റിലീസ് ചെയ്തതിന് ശേഷവുമാണ് കൊടുക്കാറുള്ളത്. അങ്ങനെ പല രീതിയിൽ താരങ്ങളും നിർമ്മാതാക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് തന്നെയാണ് സിനിമ എടുത്തു പോകുന്നത്. അത് നമുക്ക് ഇനി അങ്ങനെ ഒറ്റയടിക്ക് താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വാശി പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറയ്ക്കാൻ അവരോട് പറയാം. അവർ കുറച്ചാൽ അത് മലയാള സിനിമയ്ക്ക് നന്നായിരിക്കും. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ബിസിനസ് ബേസ് ചെയ്തിട്ട് അത് വളരെ നല്ല ചുവടുവെപ്പായിരിക്കും. ചിലപ്പോൾ പാർട്ണർഷിപ്പിൽ ഒരു പ്രതിഫലം, ഒരു ആർട്ടിസ്റ്റിനുള്ള പ്രതിഫലം ഒരു 10 കോടിയാണെങ്കിൽ നമ്മൾ 2 കോടി കൊടുത്തിട്ട് ബാക്കി 8 കോടിയോ പടം റിലീസായതിനു ശേഷം അല്ലെങ്കിൽ ബിസിനസ് ആയതിനു ശേഷം കൊടുക്കാമെന്നുള്ളൊരു എഗ്രിമെന്റിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങൾ ചിലപ്പോൾ വന്നേക്കാം. അത് ചിലപ്പോൾ അവരും അക്സെപ്റ്റ് ചെയ്തേക്കാം. കാരണം ബിസിനസ് അങ്ങനെ മലയാള ഇൻഡസ്ട്രിയിൽ സിനിമ നല്ലതായിട്ട് വന്നാൽ മാത്രമേ നമ്മുടെ ഫെഫ്കയിലുള്ള എല്ലാ തൊഴിലാളികൾക്കും ജോലി ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ജി സുരേഷ് കുമാർ പറഞ്ഞ കാര്യത്തോട് താങ്കൾക്ക് പൂർണ്ണമായിട്ടും യോജിക്കാൻ കഴിയുന്നില്ല. ഫെഫ്കയ്ക്ക് അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ കഴിയാത്തതാണ് അല്ലേ? അപ്പോൾ ജി സുരേഷ് കുമാറിന് ആന്റണി പെരുമ്പാവൂർ ഇങ്ങനെ മറുപടി കൊടുത്തതിനെയും താങ്കൾക്ക് ന്യായീകരിക്കേണ്ടി വരും. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് പറയുന്നത്. ചർച്ചകൾ ചെയ്ത് തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. ജി സുരേഷ് ഏട്ടൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ചർച്ചകൾ മുന്നോട്ട് പോകുകയും അതിനൊരു തീരുമാനം ഉണ്ടാകുകയും, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അത് ഗവൺമെന്റ് തലത്തിൽ ചർച്ചകൾ കൊണ്ടുവരികയും ഗവൺമെന്റിന്റെ ടാക്സ്, നമ്മളിപ്പോൾ ഇവിടെ ഇവിടെ പ്രൊഡ്യൂസേഴ്സിന്റെയും ആർട്ടിസ്റ്റിന്റെയും കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ട 30% ടാക്സ് ഉണ്ട്. 10 കോടി രൂപ ഒരു പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടിയാൽ ഒരു 3 കോടിയും കൂടെ കൂടുതൽ കിട്ടും 30% കുറയുകയാണെങ്കിൽ. അപ്പൊ അതിനെപ്പറ്റിയുള്ളൊരു ചർച്ചയും വൈദ്യുതീകരണത്തിന്റെ ചർച്ചയും വൈദ്യുത ബില്ലിന്റെ ചർച്ചയും ഇതൊക്കെ ഗവൺമെന്റ് തലത്തിൽ കൂടെ ചർച്ച ചെയ്യുമെന്നാണ് അവിടെ സംസാരിച്ചത്. അല്ലാതെ ഒറ്റയടിക്ക് ഒരു ആർട്ടിസ്റ്റിന്റെ പേയ്മെന്റ് മാത്രം കുറയ്ക്കണം എന്നൊരു ചർച്ച അവിടെ ഉണ്ടായിട്ടില്ല. അതാണ് സത്യമായുള്ള കാര്യം. നിർമ്മാതാവ് കൂടിയായ ശ്രീ ആന്റണി പെരുമ്പാവൂർ ഇങ്ങനെ ജി സുരേഷ് കുമാറിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, അതായത് അദ്ദേഹം നിർമ്മാതാക്കളുടെ സംഘടനയിലെ അംഗം കൂടിയാണ് ആന്റണി പെരുമ്പാവൂർ. അദ്ദേഹം തന്നെ സംഘടനയുടെ വൈസ് പ്രസിഡന്റിനെതിരെ പോസ്റ്റ് ഇടുമ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന 2 വഴിക്ക് പിരിയുന്നു എന്ന കാര്യം വ്യക്തമാണല്ലോ. അവിടെ ഈ ആന്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മോഹൻലാൽ അറിയാതെ ഇങ്ങനെ ഒരു കാര്യം നടക്കുമോ? അത് മാത്രമല്ല, പൃഥ്വിരാജ് ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ചുകൊണ്ട് ഉടൻ തന്നെ രംഗത്തെത്തുകയാണ്. അപ്പോൾ താരങ്ങളുടെ പിന്തുണയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ ഒരു നീക്കം നടക്കുന്നു. അതിൽ ആന്റണി പെരുമ്പാവൂർ മുന്നിൽ നിൽക്കുന്നു, ഒരു ചാവേറായിട്ട് നിൽക്കുന്നു. അങ്ങനെ വേണ്ടേ കരുതാൻ ഇപ്പോൾ? അതിൽ എനിക്ക് ആന്റണി ചേട്ടന് എന്താ സംഭവിക്കുന്നത്, ആന്റണി ചേട്ടൻ ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല. അതിലുപരി ആന്റണി ചേട്ടൻ ഒരു പക്ഷേ ആർട്ടിസ്റ്റിൻ്റെ പ്രതിഫലത്തെ ബേസ് ചെയ്തായിരിക്കില്ല പറഞ്ഞിരിക്കുന്നത്. ആർട്ടിസ്റ്റിൻ്റെ പ്രതിഫലത്തെ ബേസ് ചെയ്ത് പുള്ളി അത് ചിലപ്പോൾ പൈസ കൊടുക്കുന്നത്, പുള്ളി എടുക്കുന്ന പടങ്ങളിലും കൂടുതലും മോഹൻലാൽ സാറാണ് അഭിനയിക്കുന്നത് കൂടുതലും. അപ്പോൾ അതിനെ ബേസ് ചെയ്തായിരിക്കില്ല. അവിടെ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ, വാർത്തകളിൽ വന്ന തെറ്റിദ്ധാരണകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. പിന്നെ
ആന്റണി ചേട്ടൻ പറയുമോ 30% ഗവൺമെന്റ് ടാക്സ് കുറയ്ക്കേണ്ട എന്നുള്ളത്? ഒരിക്കലും പറയില്ല. കാരണം ആ പ്രൊഡ്യൂസർക്ക് 30% കൂടെ കിട്ടുക എന്നുള്ളത് ആന്റണി ചേട്ടനെയും കൂടി ഒരു നല്ല നിലപാടിലേക്ക് എത്തിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ആന്റണി ചേട്ടൻ അതിനൊന്നും എതിരായിട്ട് നിൽക്കുമെന്ന് തോന്നുന്നില്ല. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വാർത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന മിസ്റ്റേക്കായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ആണെങ്കിൽ അത് പരിഹരിക്കാൻ ശ്രമം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ശ്രീ വിനു കിര്യത്ത്, അതിനപ്പുറമുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രീ ജയൻ ചേർത്തല, അദ്ദേഹം അമ്മയുടെ ഭാരവാഹി എന്ന് പറയാൻ പറ്റുമോ എന്ന് അറിയില്ല, ഇപ്പോൾ ഒരു അഡ്ഹോക് കമ്മിറ്റി അല്ലേ ഉള്ളൂ. ജയൻ ചേർത്തല മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ ജി സുരേഷ് കുമാറിന്റെ മകൾ കോടികൾ വാങ്ങിയാണല്ലോ സിനിമയിൽ അഭിനയിക്കുന്നത്, അപ്പോൾ അതിന് കുഴപ്പമില്ലേ എന്നാണ്. അപ്പോൾ ഇത് വ്യക്തിപരമായ ഒരു സംഘർഷം പോലുമായി മാറിയിരിക്കുകയാണ്. അല്ല, നമുക്ക് ജയൻ ചേർത്തലൊക്കെ അറിയാത്തതാണ്. കീർത്തി മലയാള സിനിമയിൽ നിന്ന് കോടികളൊന്നും വാങ്ങിക്കുന്നില്ല. അന്യഭാഷയിൽ പോകുമ്പോൾ അവിടുത്തെ കോസ്റ്റ് കൂടുതലാണ് സിനിമകൾക്കെല്ലാം. അതിനനുസരിച്ച് ഇപ്പോൾ നമുക്ക് രജനീകാന്തിനെ കൊണ്ടുവന്നിട്ടൊരു മലയാള പടം ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അമിതാഭ് ബച്ചനെ കൊണ്ടുവന്നിട്ടൊരു മലയാളം ചെയ്യാൻ പറ്റുമോ? ചെയ്യണമെങ്കിൽ അത്രയും കോസ്റ്റ് ആവും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ച് അതുപോലെ അവർക്ക് അതിനുള്ള പ്രതിഫലം കിട്ടുകയാണ്. ജയൻ ചേർത്തല അമ്മയുടെ ഒരു ഭാരവാഹി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അമ്മയുടെ കാര്യങ്ങൾ പറയാനേ പറ്റുള്ളൂ. ആന്റണി പെരുമ്പാവൂർ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ആളാണ്. നടനും അദ്ദേഹം അമ്മയിലും മെമ്പറാണെങ്കിൽ പോലും തീർച്ചയായിട്ടും നിർമ്മാതാക്കളുടെ കൂടെ നിൽക്കുമെന്നൊക്കെ പലരും പ്രതീക്ഷിച്ചിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. ഇതെല്ലാം അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളാണ്. പക്ഷെ ഒന്നാലോചിക്കണം, സുരേഷ് കുമാർ പറയുന്ന മൊത്തം അമ്മയിലെ താരങ്ങളെ അല്ല, പ്രധാന താരങ്ങൾ റെമ്യൂണറേഷൻ കുറച്ചാൽ അവരുടെ ബിഹേവിയർ, അതായത് അവർ സമയത്ത് ലൊക്കേഷനിൽ വന്നാൽ ബാക്കിയുള്ളവർ ഓട്ടോമാറ്റിക്കായിട്ട് സമയത്ത് ലൊക്കേഷനിൽ വരും. അവർ കാരവാൻ സംസ്കാരം എടുക്കുമ്പോഴത്തേക്ക് ഇപ്പം എന്തൊരു ആരോ പറഞ്ഞ പോലെ ചില ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കിടക്കും പോലെയാണ് കാരവാൻ വന്ന് കിടക്കുന്നത്. ലൊക്കേഷനിൽ ഓരോരുത്തർക്കും ഓരോ കാരവാനാണ്. അപ്പോൾ അതെല്ലാം കുറയ്ക്കണം എന്നൊരു നന്മയ്ക്ക് വേണ്ടി പറഞ്ഞാണ്. മാത്രമല്ല, ഇത് ഫെബ്രുവരി ആദ്യം, ജൂണിന് ഇനിയും കിടക്കുന്നു. അതിനിടയിൽ ഇത് ചർച്ച ചെയ്ത് ഒരു നന്മ ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ എന്നാണ് സുരേഷ് കുമാർ ഉദ്ദേശിച്ചത്. ഇപ്പൊ താരങ്ങൾ സിനിമ നിർമ്മിക്കുന്നതിനെതിരെയൊക്കെ അദ്ദേഹം സംസാരിക്കാമോ എന്നുള്ള ചോദ്യങ്ങൾ അത് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നതായിരിക്കും. അത് നമുക്ക് ആർക്കും പറയാനുള്ള റൈറ്റ് ഇല്ല. ആര് പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അതിനോടൊന്നും നമുക്കും യോജിപ്പുണ്ടെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. പക്ഷേ നോക്കൂ, ഇവിടെ താരങ്ങളുടെ റെമ്യൂണറേഷൻ ഞാൻ ചെയ്യട്ടെ. ഒരു സ്റ്റാർ അഭിനയിക്കുന്ന പടത്തിനകത്ത് ഒരു ചെറിയ നടൻ്റെ റേറ്റ് തീരുമാനിക്കുന്നത് ആ നടനൊന്നും അല്ല. ഇന്നാരുടെ പടമാണ് നീ അഭിനയിക്കുന്നത്, സാറേ എനിക്ക് ഇത്ര ഉണ്ടെങ്കിൽ അഭിനയിച്ചാൽ മതി. ശരി, കാരണം അവന് വർക്ക് വേണം. ഈ പ്രധാനപ്പെട്ട നടന്മാരുടെ എമൗണ്ട് മാത്രം ഓരോ പടം കഴിയുമ്പോഴും അവർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് വരെ ഇതിനെ കൂട്ടി പറയുന്നത് അത് ഫിക്സഡ് ആണ്. ഇന്ന ആർക്ക് ഇത്ര കോടിയാണ്, അതൊക്കെ ഇത്ര ഓ ശരി, തർക്കമില്ല. അവിടെ അടുത്ത മറ്റേ ആൾക്ക് ചെറിയ ആർട്ടിസ്റ്റിനാണ് എനിക്കത് 10 ലക്ഷം, 11 തരാക്കില്ല, 5 തരാം. അവരുടെ അപ്പോൾ ഈ താരങ്ങളിലും ഉണ്ട് വ്യത്യാസം ഇവർ കാണിക്കുന്നുണ്ട് നിർമ്മാതാക്കളും. അപ്പോൾ ഈ താരസംഘടനയിൽ ഇതെല്ലാവരും കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട താരങ്ങളെയാണ് സുരേഷ് കുമാർ ഉദ്ദേശിച്ചത്. കോടികളാണ്, കോടികൾ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇത്രമാത്രം ഒരു പ്രകോപനം ഉണ്ടാകാൻ കാരണം എന്താണ്? അപ്പോൾ ഇതിനപ്പുറമായിട്ട് എന്തോ കാര്യങ്ങൾ മലയാള സിനിമയിൽ സംഭവിക്കുന്നു എന്ന് വേണ്ടേ കരുതാൻ? കാരണം ഉടനെ തന്നെ ആന്റണി പെരുമ്പാവൂർ രംഗത്ത് വരുന്നു. എന്തായാലും ഉറപ്പുള്ള കാര്യമാണ്, ആന്റണി പെരുമ്പാവൂർ സ്വന്തം നിലയ്ക്ക് വന്ന് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ജി സുരേഷ് കുമാറിനെതിരെ ഇട്ടതല്ല, ഉറപ്പായുള്ള കാര്യമാണല്ലോ. അത് മാത്രമല്ല, അതിന് പിന്നാലെ പൃഥ്വിരാജ് വന്ന് ഓക്കെ അല്ലേ എല്ലാം അണ്ണ എന്ന് ചോദിക്കുമ്പോൾ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു നീക്കം അവിടെ നടക്കുന്നു എന്നതല്ലേ? എല്ലാം ഓക്കെ ആണല്ലോ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ഈ ഒന്നുകിൽ ഇപ്പോൾ സിനിമാ രംഗത്ത് നിർമ്മാതാവ് എന്ന നിലയിൽ സജീവമല്ലാത്ത പഴയ നിർമ്മാതാക്കൾക്കെതിരെയുള്ള ഒരു നീക്കം ഇല്ലേ, അതല്ലേ നടക്കേണ്ടത്? കാരണം ജി സുരേഷ് കുമാർ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ മുതിർന്ന ഭാരവാഹികൾ ഒട്ടുമിക്ക പേരും അങ്ങനെ തന്നെയാണ് അല്ലേ? ആ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള നിർമ്മാതാക്കൾക്കെതിരെയുള്ള ഒരു പടനീക്കം, ഇത് ഇപ്പോൾ പടം നിർമ്മിക്കുന്നവർ മതി, ഞങ്ങളും അവരും ചേർന്ന് ഈ ഇൻഡസ്ട്രി മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം എന്നുള്ള ഒരു ധാർഷ്ട്യം കൂടി അതിനകത്തുണ്ടല്ലോ. നോക്കൂ, ഇത് തെരഞ്ഞെടുപ്പിലൂടെയാണ് ഇവരെയൊക്കെ ആര് പ്രധാന സ്ഥാനത്തിരിക്കണം എന്നുള്ളത് തെരഞ്ഞെടുപ്പിലൂടെയാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പുതിയ ആളുകളുമായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ വിജയിച്ച സിനിമകളുടെ പല നിർമ്മാതാക്കളും ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അംഗങ്ങൾ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അംഗങ്ങളായിട്ട് തന്നെയാണ് സിനിമ എടുക്കുന്നത്. അതല്ല, നോക്കൂ, ഇതൊരു എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഇത് അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ ഒരു സംഘടന മുന്നോട്ട് കൊണ്ട്. അത് ഫെഫ്കെ ആയാലും മാക്ടെ ആയാലും അമ്മയായാലും ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത്തിരി കാലിബർ ഉള്ളവർക്ക് അങ്ങനെ ഒരു പ്രസ്ഥാനം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സുരേഷ് കുമാർക്ക് അത്ര എക്സ്പീരിയൻസ്ഡ് ആണ്. സുരേഷ് കുമാർ ആയാലും സിയാദ് കോക്കർ ആയാലും രാകേഷ് ആയാലും അവരൊക്കെ ഈ സിനിമയ്ക്കകത്ത് വർക്ക് ചെയ്തതിൻ്റെ ശീലങ്ങൾ അറിയാം. എല്ലാവരുമായിട്ടും നല്ല ബന്ധം. ഇവർ ഈ ചർച്ച ഈ എരിതീരെ എണ്ണ ഒഴിക്കാൻ കുറേ പേരുണ്ട്. നേരത്തെ മഞ്ജുഷ് പറഞ്ഞ പോലെ ഇത് പ്രശ്നമാക്കാൻ തയ്യാറായിട്ട് കുറേ പേരുണ്ടാവും. എപ്പോഴും അങ്ങനെയാണല്ലോ, ഒന്ന് തമ്മിൽ പിണക്കിച്ചാൽ
ഭയങ്കര സന്തോഷമാവുന്ന ഒരുപാട് പേര് കാണും. നോക്കൂ, ഞാൻ പറയട്ടെ, പ്രൊഡ്യൂസർമാരുടെ ഭാഗത്തുള്ള തെറ്റ് ഞാൻ പറയണത്, എനിക്ക് നിങ്ങളെ കൊണ്ട് പടം എടുക്കേണ്ടതെന്ന് തീരുമാനിച്ചാൽ പോരെ. നിങ്ങൾക്ക് ഇത്ര രൂപയ്ക്കാണെങ്കിൽ എനിക്ക് വേണ്ട, ഞാൻ വേറെ ആളെ വെച്ച് ചെയ്യാമെന്ന് പ്രൊഡ്യൂസേഴ്സ് ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്താൽ തീരാവുന്ന. ശരി, ഇപ്പോൾ ശ്രീ സന്ദീപ് സേനൻ, അദ്ദേഹം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ജോയിന്റ് സെക്രട്ടറിയാണ്, അദ്ദേഹം ഇപ്പോൾ ചേരുകയാണ്. ശ്രീ സന്ദീപ് സേനൻ, ഇന്ന് താങ്കളുടെ ഫേസ്ബുക്ക് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ചില ശൂന്യതകൾ നികത്താനാവാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ സുകുമാർ അഴീക്കോടിന്റെ, ആദരണീയനായ ശ്രീ സുകുമാർ അഴീക്കോടിന്റെ ഒരു ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിന് വളരെയധികം അർത്ഥങ്ങളുണ്ട്. താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായത്, സുകുമാർ അഴീക്കോട് മുൻപ് മോഹൻലാലിനെ വലിയ രീതിയിൽ വിമർശിച്ചിട്ടുള്ള ആളാണ്. അത് പല രീതിയിലുള്ള ചർച്ചകൾക്കും വഴിവെച്ചതാണ് കേരളീയ സമൂഹത്തിൽ. അത് തന്നെയല്ലേ താങ്കൾ ഉദ്ദേശിച്ചത്? ആന്റണി പെരുമ്പാവൂരിനെ ചാവേറാക്കിക്കൊണ്ട് പിന്നിൽ നിന്ന് കളിക്കുന്നത് ആരാണ് എന്നുള്ള സന്ദേശം താങ്കൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇട്ടിരിക്കുകയാണ്. തെറ്റാണെങ്കിൽ താങ്കൾക്ക് പറയാം. ഞാന് ഇന്ന് ഇട്ട പോസ്റ്റ് അദ്ദേഹത്തിന്റെ ഒരു ശൂന്യത, തീർച്ചയായിട്ടും പല കാര്യങ്ങളും തുറന്നു പറയാനായിട്ട് ആർജവം കാണിച്ച ഒരു മഹത് വ്യക്തിയാണ് ശ്രീ സുകുമാർ അഴീക്കോട്. അപ്പൊ അദ്ദേഹം പല 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 ഘട്ടങ്ങളിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയമായും സാമൂഹികമായും സാംസ്കാരികമായും അത്തരം ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു 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 വലിയ സാംസ്കാരിക നായകൻ തന്നെയാണ് അദ്ദേഹം. സോ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ശൂന്യത പല വേളകളിലും നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ അത് പലപ്പോഴും എനിക്ക് തോന്നിയത്, എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് എന്താ പറയാ, ഇതില് ആ പത്രസമ്മേളനം കണ്ടവർക്ക് മനസ്സിലാവും. ആ പത്രസമ്മേളനത്തിൽ ശ്രീ ആന്റണി പെരുമ്പാവൂർ ആരോപിക്കപ്പെടുന്ന ഒരു കാര്യങ്ങളും സുരേഷ് കുമാർ അവിടെ പറഞ്ഞിട്ടില്ല. സുരേഷ് കുമാർ പറഞ്ഞത് സിനിമയുടെ ഇന്നത്തെ ഒരു അവസ്ഥ, സിനിമാ വ്യവസായത്തിൽ ഉണ്ടാകുന്ന ഇപ്പോഴത്തെ ഒരു ചില പ്രവണതകൾ. അപ്പോൾ അതിനകത്ത് ഓഫ് കോഴ്സ് ഈ കോസ്റ്റ് കൂടുന്നതിൽ ഏറ്റവും വലിയ ഒരു ഘടകം എന്ന് പറയുന്നത് ഏകദേശം 60% കോസ്റ്റ് മുതൽ 70% വരെ കോസ്റ്റ് ഇപ്പോൾ ആർട്ടിസ്റ്റ് റെമ്യൂണറേഷനാണ് വരുന്നത്. അപ്പൊ അതിനൊരു നമുക്ക് സ്ട്രക്ചർ ചെയ്യണം. അതെങ്ങനെ ചെയ്യാം? അതിനകത്ത് പറയുന്നുണ്ട് ട്രൈ പാർട്ടി എഗ്രിമെന്റിനെ കുറിച്ച് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. ശരിയാണ്, താരങ്ങളും സംവിധായകനും, അതായത് മുഖ്യ താരം, അതായത് ഒരു പടത്തിൽ ഒരു ലീഡ് റോൾ ചെയ്യുന്ന ഒരാള് ഒരു 5 കോടി രൂപ വാങ്ങിക്കുന്നുണ്ട്, ആ പടത്തിന്റെ കോസ്റ്റ് 10 കോടി രൂപയാണ് എന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള താരത്തിനും ആ 10 കോടി രൂപയ്ക്കകത്ത് നിർത്താനായിട്ട് ഒരു സംവിധായകൻ റെസ്പോൺസിബിൾ ആകണം. ഒരു ട്രൈ പാർട്ടി എഗ്രിമെന്റ് വേണം. അതാണ് അന്ന് തീരുമാനത്തിലുണ്ടായിരുന്നത്. പിന്നെ അമ്മ നാഥനില കളരിയാണെന്ന് സുരേഷ് കുമാർ ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടേയില്ല. അതാരാണ് അത് പറഞ്ഞത്? അമ്മയിൽ ഇപ്പൊ ഒരു കമ്മിറ്റി ഇല്ല എന്ന് പറയുന്നത് ശരിയാണ്. കാരണം വെച്ചാൽ ഞങ്ങൾ 2024 നവംബറിൽ ഒരു ലെറ്റർ അങ്ങോട്ട് അയച്ചപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റി ആണെന്നും ഞങ്ങൾക്ക് ഇതിനകത്ത് തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നും അമ്മ ഈ അടുത്ത ജനറൽ ബോഡിയിൽ, അതായത് ജൂൺ മാസം നടക്കാൻ പോകുന്ന ജനറൽ ബോഡിയിൽ ആ തീരുമാനം എടുക്കാമെന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 മാസം അപ്പുറത്തുള്ള കാര്യമാണ് അമ്മ പറയുന്നത്. അപ്പൊ അവർക്കൊരു കമ്മിറ്റിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നുള്ളത് അവർ വ്യക്തമായി പറഞ്ഞപ്പോൾ ഇപ്പോൾ തൽക്കാലം കമ്മിറ്റി നിലവിലില്ല എന്ന് മാത്രമാണ് ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. 17-18 മിനിറ്റ് ഉള്ള ഒരു പത്രസമ്മേളനമാണ്. അത് നിങ്ങൾ എല്ലാവരും കണ്ടാൽ മനസ്സിലാവും. അതിനകത്ത് അമ്മ നാഥനില കളരിയാണെന്ന് പറഞ്ഞിട്ടില്ല. വരട്ടെ, അമ്മ വന്നാൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന്, സ്വാഗതാർഹമാണെന്നും പറഞ്ഞു. ഇത് ആരാണ്? അതിൽ അമ്മയിലുള്ളവർ ഇപ്പോൾ പറയുന്നത് സുരേഷ് കുമാർ മാപ്പ് പറയണം എന്നാണ്. എന്തിനാണ് സുരേഷ് കുമാർ മാപ്പ് പറയേണ്ട ആവശ്യം? സുരേഷ് കുമാർ അവിടെ മാപ്പ് പറയേണ്ട ഒരു കാര്യവും ആ ഒരു പത്രസമ്മേളനത്തിലില്ല. സുരേഷ് കുമാർ എക്കാലവും ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയിലുള്ള ഓരോരുത്തർക്കും വേണ്ടി നിന്നിട്ടുള്ള ഒരു നിർമ്മാതാവാണ്. ഒടിയൻ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ വിഷയങ്ങൾ ഇവിടെ ഉണ്ടായി? ഈ ആന്റണി പെരുമ്പാവൂരിന്റെ കൂടെ നിലയുറപ്പിച്ചു നിന്ന മനുഷ്യനാണ് സുരേഷ് കുമാർ. അദ്ദേഹം പറയട്ടെ. പിന്നെ ഇതേ പത്രസമ്മേളനത്തിൽ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ഒരു വാക്ക് പോലും സുരേഷ് കുമാർ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആ പത്രസമ്മേളനം കണ്ടിട്ടുള്ളത് ഷിബു സുശീലിന് അവിടെ ഇരിപ്പുണ്ടല്ലോ, അദ്ദേഹം ആ പത്രസമ്മേളനത്തിനുണ്ട്. അദ്ദേഹം ഫെഫ്കയുടെ പ്രതിനിധിയായിട്ട് ഞങ്ങൾ കൂട്ടായി എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ട് നിന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം ജി സുരേഷ് കുമാർ പിന്നീട് പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞത് വേണമെങ്കിൽ ഞാനത് പിൻവലിക്കാമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. 141 കോടിയുടെ ചെലവ് അദ്ദേഹം അത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതല്ല, പിന്നീട് ഒരു മാധ്യമത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണെന്നും ജി സുരേഷ് കുമാർ പറയുകയുണ്ടായി. അദ്ദേഹം അത് പിൻവലിക്കാൻ തയ്യാറാണെന്നും മാധ്യമത്തിൽ സംസാരിച്ചപ്പോൾ ഓഫ് റെക്കോർഡായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം അവരത് എടുത്തിടുകയാണ് ചെയ്തത്. അപ്പോൾ അത് അദ്ദേഹത്തിന് പെട്ടെന്ന് കിട്ടിയ ഒരു നമ്പറൊന്നുമല്ല. അത് അദ്ദേഹത്തിന്റെ അടുത്ത് ഉത്തരവാദിത്തപ്പെട്ട സിനിമയുടെ ആൾക്കാർ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞത്, വളരെ കാഷ്വൽ ആയിട്ട് പറഞ്ഞത്, അതൊരു മാധ്യമത്തിൽ വന്നു. അദ്ദേഹം അത് പിൻവലിക്കുകയും ചെയ്തു.
അത് പിൻവലിച്ചതിന് ശേഷം എന്ത് പ്രകോപനമാണ് അദ്ദേഹത്തിന്റെ പുറത്ത് ഈ വേട്ടയാടാനായിട്ട് ഒരാളെ കഴിഞ്ഞ 4 141 കോടി ദിവസമായിട്ട് ചെലവെന്ന് പറയുന്നതിൽ തന്നെ എന്താണ് തെറ്റുള്ളത്? അതിനെന്താണ് ആന്റണി പെരുമ്പാവൂർ പ്രകോപിതനാകുന്നത്? അതാ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഒരു പ്രകോപനം എവിടുന്നാണ് ഉണ്ടാകുന്നത്? അത് കഴിഞ്ഞ 4 ദിവസമായിട്ട് ഒരു വ്യക്തിയെ കുടുംബമായിട്ടും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മകളുടെയും പേര് പറഞ്ഞുകൊണ്ടാണ് എത്രയോ പേര് അതിന്റെ ഇത് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിരന്തരം സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്ര നിർമ്മാതാക്കൾ അദ്ദേഹത്തിന്റെ എതിരെ ഇന്ന് വന്നു, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു? കേരളമാകെ സുരേഷ് കുമാറിനെതിരാണെന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള കുറച്ച് താരങ്ങൾ വന്നു. അവർ നിർമ്മിക്കുന്നതാണ്, അവർക്കും ഈ ബുദ്ധിമുട്ടുകൾ അറിയാവുന്നതാണ്. ഇപ്പൊ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഏത് താരത്തിനാണ് പറയുന്ന കോസ്റ്റിൽ പടം തീരുന്നത്? അവർക്ക് പോലും അത് തീർക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ വിഷമതകൾ അവര് മറച്ചു വെച്ചുകൊണ്ട് എന്താണ് സുരേഷ് കുമാറിനെതിരെയുള്ള ഈ പടനീക്കത്തിന് കാരണം? എന്താണ് ആ പടനീക്കത്തിന് കാരണം? നിങ്ങൾക്ക് ഒരു അസസ്മെന്റ് ഉണ്ടാവുമല്ലോ. ആന്റണി പെരുമ്പാവൂർ എന്നൊരു വ്യക്തി മാത്രമാണെന്ന് താങ്കൾ കരുതുന്നില്ലല്ലോ. എന്തായാലും അദ്ദേഹം എന്നുള്ള വ്യക്തി മാത്രമാണെന്ന് ഞാനും കരുതുന്നില്ല. അദ്ദേഹത്തിന് അതിനുള്ള ആർജവം ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ചോദിക്കണം. കാരണം ചുറ്റിനും ആരാണ് അദ്ദേഹത്തിനെ ഇത്രയും പ്രകോപിപ്പിച്ചതെന്നുള്ളത്. അത് അദ്ദേഹത്തിന്റെ ഭാഷയല്ല, അത് എഴുതിയിരിക്കുന്ന അദ്ദേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം ഞാന് ഒരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഒരു 4 ദിവസമായിട്ട് ഒരു വ്യക്തിയെ ആ പത്രസമ്മേളനത്തിൽ തൊട്ടടുത്തിരുന്നത് കേരള ഫിയോക്കിന്റെ, അതായത് തിയേറ്റേഴ്സിന്റെ ഉടമകളുടെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ വിജയകുമാറാണ്, അതിന്റെ പ്രസിഡന്റാണ്. ഇതിനകത്ത് ഇപ്പുറത്തെ വശത്ത് ഇരുന്നിരുന്നത് ശ്രീ GS വിജയനാണ്, ഫെഫ്കയുടെ ഡയറക്ടേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ്. അതിന്റെ അപ്പുറത്ത് നമ്മുടെ തൊട്ടപ്പുറത്തിരിക്കുന്നത് ഷിബു ഉണ്ട്, എന്റെ സുഹൃത്താണ് ഷിബു കേരള ഫെഫ്കയുടെ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയാണ്. അപ്പുറത്ത് സിയാദ് കോക്കർ ഉണ്ട്, അദ്ദേഹം ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമാണ്. ഇതേ മീറ്റിംഗിൽ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ B ഉണ്ണികൃഷ്ണനും അതിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ സിബി മലയിലും ഉണ്ടായിരുന്നു. എല്ലാരും കൂടെ കൂട്ടായി എടുത്ത തീരുമാനം, അവിടെ എല്ലാരും നിരന്നിരുന്ന് പറഞ്ഞ ഒരു പത്രസമ്മേളനത്തിൽ എങ്ങനെയാണ് ഒരു മനുഷ്യനെ മാത്രം വേട്ടയാടുന്നത്? ശ്രീ B ഉണ്ണികൃഷ്ണൻ അവിടെ ഉറച്ചു പറഞ്ഞല്ലോ, താരങ്ങൾക്കെതിരെയും ഹേമ കമ്മിറ്റിക്കെതിരെയും സർക്കാരിനെതിരെയും പറഞ്ഞിട്ടാണല്ലോ പോയത്. അദ്ദേഹം പത്രസമ്മേളനത്തിന് അവിടെ ഉണ്ടായില്ല. പെട്ടെന്ന് എവിടെയോ പുള്ളിയെ സ്റ്റോപ്പ് ബ്ലോക്കിൽ മറ്റേ ഇതാകുന്ന പോലെ പുള്ളിയെ കാണുന്നില്ല. അപ്പോ ഒരാൾ അവിടെ നിന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ മാത്രം പിൻ പോയിന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പൊ ഇത് ആരെയോ കൂട്ടായി ഒരാളെ വേട്ടയാടുക എന്ന് പറയുമ്പോൾ, ഞങ്ങൾ ഈ അസോസിയേഷൻ എല്ലാ തവണയും എന്തൊക്കെ കാര്യത്തിനായിട്ട് ഞങ്ങൾ ഇതിന് നിലനിൽക്കുന്നുണ്ട്? മലയാള സിനിമയിലെ എല്ലാ കാര്യത്തിനായിട്ടും ഞങ്ങൾ നിലനിൽക്കുന്നതല്ലേ? ഞങ്ങൾ നിലനിൽക്കുന്നത് ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടിയല്ലേ? എന്താണത് പറയാനായിട്ട് ഞങ്ങൾ പറയുന്നത് തെറ്റെന്താണ്? അല്ല, അങ്ങനെയാണ് ശ്രീ സന്ദീപ് സേനൻ ഇപ്പോൾ ഈ ആന്റണി പെരുമ്പാവൂർ G സുരേഷ് കുമാറിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചത്. G സുരേഷ് കുമാർ ആരാണ് സിനിമാ സമരം പ്രഖ്യാപിക്കാൻ എന്നൊക്കെ. നിങ്ങൾ പക്ഷേ ഇപ്പോൾ വിമർശനം പലപ്പോഴും ഉന്നയിക്കുമ്പോൾ ഇതാരാണ് ആന്റണി പെരുമ്പാവൂരിന് പിന്നിൽ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് മറച്ചു പിടിക്കുകയാണ്. അതെന്തിനാണ് അങ്ങനെ മറച്ചു പിടിക്കുന്നത്? പറഞ്ഞുകൂടെ ആരാണ്? നിങ്ങൾ ഇത് നിർത്തുക എന്ന് പറഞ്ഞുകൂടെ? അങ്ങനെ പറയുവാൻ എന്തുകൊണ്ട് ആർജവം ഉണ്ടാകുന്നില്ല താങ്കളെ പോലെയുള്ള ആളുകൾക്ക്? അല്ല, ഇത് അദ്ദേഹത്തിന്റെ പുറകിൽ ആരാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് പറയാം മഞ്ജുഷ്. എനിക്ക് സിനിമാ രംഗത്ത് താങ്കൾ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നയാളാണ്, ഞാൻ സിനിമാ രംഗത്തുള്ള ആളല്ല. അല്ല, അദ്ദേഹത്തിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, അമ്മ എന്ന് പറയുന്ന സംഘടനയിലുള്ള മിക്ക ആൾക്കാരും ഇപ്പൊ സുരേഷ് കുമാറിനെതിരെ ഇപ്പൊ പറയുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതോ ഒക്കെ ഭാരവാഹികൾ ഇവിടുന്ന് പത്രക്കാരുടെ മുമ്പിൽ സംസാരിക്കുന്നുണ്ട്. ഭാരവാഹികളല്ല, അവരിപ്പോ അഡ്ഹോക് കമ്മിറ്റിയുടെയാണ്. അപ്പൊ അവർക്ക് എന്ത് ഭാരവാഹിത്വമാണോ ഉള്ളതെന്നും നമുക്ക് അറിഞ്ഞുകൂടാം. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ സത്യവാങ്മൂലത്തിൽ വളരെ വ്യക്തമായിട്ട് ഏത് നിർമ്മാതാവ് ഒരു പ്രോജക്റ്റ് കൊണ്ട് തന്നാലും ആ സിനിമയുടെ കളക്ഷൻ എന്താണെന്നും ആ സിനിമയുടെ കളക്ഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ കാര്യവും പ്രൊഡ്യൂസേഴ്സുമായിട്ട് ഷെയർ ചെയ്ത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് അത് പുറത്തു വിടാനായിട്ടുള്ള അധികാരം തരുന്നു എന്ന് പറഞ്ഞൊരു സത്യവാങ്മൂലം എല്ലാ പ്രൊഡ്യൂസേഴ്സും ഒപ്പിട്ട് തരുന്നുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ 100% ഒരു ട്രേഡ് ബോഡി എന്നുള്ള രീതിയിൽ ഈ വ്യവസായത്തിൽ ഉണ്ടാവുന്ന വിഷയങ്ങൾ, പ്രൊഡ്യൂസറിനുണ്ടാവുന്ന വിഷമതകൾ, ആശങ്കകൾ ഇതെല്ലാം പങ്കുവെക്കാൻ ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് കേൾക്കാനും തയ്യാറാണ്. പ്രൊഡ്യൂസർ അസോസിയേഷൻ അത് അഡ്രസ് ചെയ്യാനും 100% പ്രതിജ്ഞാബദ്ധരാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഞങ്ങൾ ഇത് പുറത്തു വിടുന്നതിൽ എന്താ തെറ്റ്? പിന്നെ ഞങ്ങൾക്ക് ഇതിനകത്ത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ബഡ്ജറ്റിനെ കുറിച്ച് ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ല. അമ്മ നാഥനില്ല കളരിയാണെന്നുള്ള വാർത്ത അവിടെ ഉപയോഗിച്ചിട്ട് പോലുമില്ല. അമ്മയുമായി സംസാരിക്കാം, അമ്മയുമായി ഞങ്ങൾ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് തന്നെയാണ് പറഞ്ഞത് സുരേഷ് കുമാർ. അതെല്ലാം സ്കിപ്പ് ചെയ്തുകൊണ്ട്, അതെല്ലാം മനഃപൂർവ്വം ഒമിറ്റ് ചെയ്തുകൊണ്ട്
ഒരു 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 പുതിയ തിരക്കഥ ഉണ്ടാക്കുകയാണ്. സുരേഷ് കുമാർ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല എന്നുള്ളത് വ്യക്തമായി ആന്റണി പെരുമ്പാവൂരിന് അറിയാമല്ലോ. അപ്പുറത്തിരിക്കുന്ന ആരൊക്കെ ഭാരവാഹികളുണ്ടോ അവരല്ലാതെ അങ്ങനെ ഒരു കൂട്ടായ തീരുമാനം എടുക്കാനായിട്ട് എങ്ങനെയാണ് പറ്റുന്നത്? കൂടെ ഈ പത്രസമ്മേളനത്തിൽ അടുത്തിരുന്ന് സംസാരിച്ച ശ്രീ വിജയകുമാറാണ് ഫിയോക്കിന്റെ ചെയർമാൻ, പ്രസിഡന്റ്. അദ്ദേഹം വളരെ വ്യക്തമായി ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഇന്ന് വ്യവസായത്തിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ OTT പ്ലാറ്റ്ഫോമിൽ നിന്നും ഈ വിൽപ്പന നടക്കുന്നില്ല. പലരും കിതച്ചാണ് വിൽക്കുന്നത്. ഇതിന്റെ വിഷയങ്ങൾ 60% തൊഴിലാളികൾക്ക് തൊഴിലുണ്ടാവില്ല ഇനി അങ്ങോട്ട്, കാരണം സിനിമകളുടെ എണ്ണം കുറയുന്നു. ഈ ആശങ്ക പുള്ളി ഇതിൽ പങ്കുവച്ചതാണല്ലോ. അത് ആർക്ക് വേണ്ടി അഡ്രസ് ചെയ്യുന്നത്? തൊട്ടപ്പുറത്ത് തിയേറ്ററുകാരുടെ വിഷയം, ഇലക്ട്രിസിറ്റി കോസ്റ്റ്, 30% ടാക്സ്. സുരേഷ് കുമാറിന് വേണ്ടിയാണോ ഇത് സംസാരിക്കുന്നത്? ഇത് സിനിമയ്ക്ക് വേണ്ടി സംസാരിച്ചതാണ് ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ചാവേറായത് സിനിമ എന്ന് പറയുന്ന വ്യവസായത്തിന് വേണ്ടിയാണ്. ഈ സിനിമ എന്ന് പറയുന്നത് സുരേഷ് കുമാറിന്റെ മാത്രമാണ്. ഈ പറയുന്ന ഈ പോസ്റ്റുകൾ ഓരോരുത്തരും ഷെയർ ചെയ്തിട്ടുള്ള ഓരോരുത്തർക്കും വേണ്ടിയാണ്. അവർ നിൽക്കുന്ന വ്യവസായത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ആരുടെ നിക്ഷിപ്ത താല്പര്യത്തിന് വഴങ്ങുന്ന ആളല്ല സുരേഷ് കുമാർ എന്നുള്ളത് സിനിമ നിൽക്കുന്നവർക്കും അരിയാഹാരം കഴിക്കുന്നവർക്കും പൊതുസമൂഹത്തിനും അറിയാം. പക്ഷേ ഈ ആന്റണി പെരുമ്പാവൂരിനെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്ന ആളുകൾ, അവർക്ക് സിനിമയുണ്ട്, അവർക്ക് ആവശ്യാനുസരണം പ്രതിഫലം കൂട്ടുവാനുള്ള അവസരമുണ്ട്, അവരുടെ സിനിമകൾ റിലീസ് ചെയ്യാനിരിക്കുകയാണ്, പ്രൊഡക്ഷൻ വർക്കിലാണ് അവ പലതും. അങ്ങനെ വരുമ്പോൾ ഈ ജൂണിലെ ഈ സമരത്തോട് അവർക്ക് യോജിക്കാൻ കഴിയില്ല. അതല്ലേ ഇങ്ങനെ ഒരു കാരണം? ആരുടെയും സിനിമ ഇവിടെ ആരും തടയുന്നില്ല. ഈ മാർക്കറ്റ് ഉള്ളവർ അതിനെക്കുറിച്ച് അവർക്ക് അവരുടെ സിനിമ ഇറങ്ങിക്കൊണ്ടിരുന്നാൽ മതി. മലയാള സിനിമയിൽ ഒരു നടനെ വെച്ച് 25 കൊല്ലം സിനിമ ചെയ്ത ഒരു നിർമ്മാതാവേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ റെക്കോർഡാണ് എന്നാണ് പറയുന്നത്. ഞാൻ ശരിയാണ്, ആ ഒരൊറ്റ നിർമ്മാതാവേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം ഒരു നടനെ വെച്ച്, മാർക്കറ്റുള്ള മലയാള സിനിമയിലെ ഏറ്റവും വലിയ നടനെ വെച്ച് മാത്രം സിനിമ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. പുറത്ത് സിനിമ ചെയ്തത് സുരേഷ് കുമാറിനെ പോലുള്ളവരും സിയാദ് ഓക്കറിനെ പോലുള്ളവരും ഒക്കെ തന്നെയാണ്, ആന്റോ ജോസഫിനെ പോലുള്ളവരൊക്കെ തന്നെയാണ് പുറത്ത് സിനിമ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ വേറെ നടന്മാരെ വെച്ച് ചെയ്തിട്ടുള്ളത്. ബുദ്ധിമുട്ടുകളുണ്ട്. പുതുമുഖങ്ങളെ വെച്ച് നീലത്താമര പോലുള്ള സിനിമകൾ ഇറക്കിയിട്ടുള്ള ആളാണ് സുരേഷ് കുമാർ. അപ്പൊ ഇതൊക്കെ വിൽപ്പനയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇറങ്ങി ഗ്രൗണ്ടിൽ നിൽക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നിൽക്കുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. സുരേഷ് കുമാർ അതിന്റെ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് അതിന്റെ കാര്യങ്ങൾ സംസാരിച്ചത്. അല്ല, ഇവരും ബുദ്ധിമുട്ട് അറിഞ്ഞു നിൽക്കുന്നവരല്ലെന്നാണോ താങ്കൾ പറയുന്നത്? ഈ പറയുന്ന ആന്റണി പെരുമ്പാവൂർ, പൃഥ്വിരാജ്, സിനിമ വിൽക്കുന്നതിന് ബുദ്ധിമുട്ടില്ലാത്തവരല്ലേ? സിനിമ വിൽപ്പന വരുമ്പോൾ ഇതിനകത്ത് ബുദ്ധിമുട്ട്. പല എഗ്രിമെന്റുകളിൽ പോലും വ്യത്യാസമുണ്ടല്ലോ. വലിയ വലിയ താരങ്ങളുടെ പ്രൊഡക്ഷൻ ഹൗസ് ചെയ്യുന്ന സിനിമകൾക്ക് പ്ലാറ്റ്ഫോംസും സാറ്റലൈറ്റ് ചാനലുകളും കൊടുക്കുന്ന എഗ്രിമെന്റുകൾക്ക് പോലും വ്യത്യാസമുണ്ട്. സാധാരണ പ്രൊഡ്യൂസറിന് കൊടുക്കുന്ന അതേ താരങ്ങളെ വെച്ച് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിന്റെ എഗ്രിമെന്റിന് പോലും വ്യത്യാസമുണ്ട്. അപ്പം അത്തരം അഡ്വാൻറ്റേജസ് എൻജോയ് ചെയ്യുന്ന, ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്യുന്നവരാണ് അവർ. അപ്പം അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ, അവർക്ക് ഇല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് അല്ലാതെ പുറത്തു നിന്ന് പടം ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിനുണ്ട്. ആ പ്രശ്നങ്ങൾ പ്രൊഡ്യൂസേഴ്സ്, ഞാൻ ചോദിച്ചോട്ടെ, സജീവമായി സിനിമ ചെയ്യുന്ന എത്ര പ്രൊഡ്യൂസേഴ്സ് ഇതിനെതിരെ വന്നു? സുരേഷ് കുമാർ പറഞ്ഞതിനെതിരെ വരാത്ത എന്താ? സുരേഷ് കുമാർ വർഷങ്ങളായിട്ട് സിനിമ ചെയ്യാത്ത ആളൊന്നുമല്ല. അദ്ദേഹം 2022 ടൊവിനോ തോമസിനെയും കീർത്തി സുരേഷിനെ വെച്ച് സിനിമ ചെയ്തല്ലേ, വാശി എന്ന് പറഞ്ഞ സിനിമ. 2 കൊല്ലം ആവില്ലേ ആവുന്നുള്ളത്? അപ്പം സുരേഷ് കുമാർ അങ്ങനെ സിനിമ ചെയ്യാത്ത ആളല്ല. നിരന്തരം സിനിമ ചെയ്യുന്നവർ തന്നെയാണ്. അതിനകത്ത് ആന്റോ ജോസഫ് ഇപ്പൊ 100 കോടി രൂപയുടെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ലിസ്റ്റിൻ സ്റ്റീഫൻ 4-5 സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാനൊരു സിനിമ ഇപ്പൊ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഷിഖ് ഉസ്മാൻ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. സെഞ്ചുറി കൊച്ചുമോൻ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ആൽവിൻ ആന്റണി സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ആരാണ് ആ ഭാരവാഹിത്വത്തിൽ സിനിമ ചെയ്യാത്തവര്? അപ്പോൾ ഈ ആന്റണി പെരുമ്പാവൂരിനെ കൊണ്ട് ഈ പറയിപ്പിച്ചത് താരങ്ങൾ തന്നെയാണ്, സംശയമില്ലല്ലോ. മറ്റു നിർമ്മാതാക്കൾ ആരും അതിനകത്ത് അത് പോസ്റ്റ് ചെയ്യാനായിട്ട് ആരാണ്? വേറെ ജെനുവിൻ പ്രൊഡ്യൂസേഴ്സ് എത്ര പേര് വന്നിട്ടുണ്ട്? ഞാൻ കണ്ടത് ഒരു സന്തോഷ് കുരുള വന്നിട്ടുണ്ട്. അദ്ദേഹം കാലങ്ങളിലായിട്ട് അവരുമായി സംഘം ചേർന്ന് നിൽക്കുന്ന ആളാണ്. അപ്പൊ ചിലപ്പോൾ അദ്ദേഹത്തിന് അത് പറയണമായിരിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് ജെനുവിനായിട്ട് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിന്റെ ഉള്ള വിഷമതകൾ. പിന്നെ ആരും സിനിമ നിർമ്മിക്കരുത് എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. താരങ്ങൾക്കും സിനിമ നിർമ്മിക്കാം. പിന്നെ ഇതിനകത്തൊന്ന് റീസ്ട്രക്ചർ ചെയ്യണം. നമ്മൾ കൊടുക്കുന്ന റെമ്യൂണറേഷന്റെ കാര്യങ്ങളിൽ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യണം. ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ല. സിനിമയുടെ വ്യവസായ രീതികൾ മാറുമ്പോൾ, അല്ലെങ്കിൽ കച്ചവട രീതി മാറുമ്പോൾ അതിനൊതുങ്ങുന്ന രീതിയിൽ മാറണ്ടേ? ഇല്ലെങ്കിൽ വ്യവസായമില്ലല്ലോ. പ്രൊഡ്യൂസർ അല്ലേ സിനിമ നിർമ്മിക്കുന്നത്, ആദ്യത്തെ കാശ് മുടക്കുന്നത്. താരങ്ങളൊക്കെ നിർമ്മാതാവുന്ന പിന്നെയാണ്. അവർക്ക് പിന്നിൽ എത്രയോ കൊല്ലം സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എത്രയോ പ്രൊഡ്യൂസർമാർ നിന്നതിന് ശേഷമാണ് അവർ സ്വന്തമായി നിർമ്മിക്കുന്നത്. അപ്പോ
അതിനകത്തൊന്ന് റീസ്ട്രക്ചർ ചെയ്യണം, അവരുമായി ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇതേ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പുള്ളി പറഞ്ഞ കാര്യങ്ങൾ പറയാതെയും പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുകയും ചെയ്താണ് അദ്ദേഹത്തിനെ ഇപ്പൊ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജി സുരേഷ് കുമാറിനെ വിമർശിച്ചുകൊണ്ട് ആന്റണി പെരുമ്പാവൂർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ പൃഥ്വിരാജ് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അടുത്ത വാചകം ഇട്ടിരിക്കുകയാണ്. ഇതൊക്കെ ശരിയായ കാര്യങ്ങളാണോ? പൃഥ്വിരാജ് എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്നാണ് ഞാൻ ആ പോസ്റ്റ് കണ്ടത്. അദ്ദേഹത്തിന്റെ ഒരു ആശങ്ക അദ്ദേഹം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ചോദിച്ചു. പൃഥ്വിരാജിന്റെ പ്രൊഡ്യൂസറാണ് ആന്റണി പെരുമ്പാവൂർ. നാച്ചുറലി അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ പുറത്ത് അവർക്ക് നാച്ചുറലി അങ്ങനെ ഒരു ഇതുണ്ടാവാമല്ലോ. അത് ഇപ്പൊ ഏറ്റവും മലയാളത്തിലെ ഇതേ പടത്തിന്റെ പേര് പറഞ്ഞാണ് ഇത് സംഭവിച്ചതെന്നല്ലേ പറഞ്ഞത്. ഇങ്ങനൊരു വിഷയം ഉണ്ടായി എന്നല്ലേ പറയുന്നത്. അപ്പൊ നാച്ചുറലി പൃഥ്വിരാജിന് ചോദിക്കാം. അദ്ദേഹത്തിന്റെ സൗഹൃദമുണ്ട്. മോഹൻലാൽ എന്ന് പറയുന്ന വിഖ്യാത നടന്റെ ഏറ്റവും ഗംഭീര ഒരു സിനിമയാണ് വരാൻ പോകുന്നത്, എമ്പുരാൻ എന്ന് പറയുന്നത്. ആ സിനിമ ഇറക്കരുതെന്നോ അങ്ങനെ ഒരു സിനിമ ഉണ്ടാവരുതോ എന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. മലയാളത്തിന്റെ ഒരു കച്ചവടം, അതായത് മലയാള സിനിമയ്ക്ക് ആകെ 750 സ്ക്രീനുകളാണ് ഉള്ളത് മലയാളത്തില്. ബാക്കി തമിഴ്നാട്ടിൽ പോയാൽ 1400, 2000 തെലങ്കാനയിൽ പോയാൽ 2000, ആന്ധ്രാപ്രദേശിൽ 2000, പിന്നെ വേൾഡ് വൈഡ് റിലീസുകളും ഇങ്ങനെയൊക്കെ ഉള്ള വലിയ കച്ചവട സാധ്യതയുള്ള മറ്റ് ഇൻഡസ്ട്രി നിൽക്കുമ്പോൾ നമ്മുടെ കച്ചവട സാധ്യതകൾ കുറവാണ്. അത് തുറന്നു കിട്ടുന്ന ഒരു വലിയ സിനിമ വരുമ്പോൾ അതിന്റെ കൂടെ വയ്ക്കുകയല്ലേ ചെയ്യുന്നത്. ഒടിയൻ എന്ന് പറഞ്ഞ സിനിമ റിലീസിന്റെ തലേദിവസം എന്താ ഇവിടെ സംഭവിച്ചത്? ഇവിടെ ഒരു ഹർത്താൽ വരുന്നു. ഹർത്താലിന് വേണ്ടി ഒരു സിനിമയ്ക്ക് വേണ്ടി ഹർത്താൽ വഴിമാറി കൊടുക്കുന്ന ഒരു വലിയ അവസ്ഥ വന്നത് ഈ സംഘടനയും കൂടെ ചേർന്ന് നിന്നിട്ടാണ്. സിനിമ എന്ന് പറയുന്ന വ്യവസായം നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ്. അന്ന് സംഘടനയുടെ തലപ്പത്ത് സുരേഷ് കുമാർ ഉണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെ ആൾക്കാർ മറക്കുന്നത്? അപ്പോൾ ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ പിളർത്തുവാനുള്ള ഒരു നീക്കം നടക്കുന്നതായി താങ്കൾ സംശയിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി, ആന്റണി പെരുമ്പാവൂർ സംസാരിച്ചത് സംശയിക്കുന്നില്ല. ഒരു ട്രേഡ് ബോഡി എന്നുള്ള രീതിയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇപ്പൊ പിളർത്തേണ്ട ഒരു അവസ്ഥ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു സംഘടന കൊണ്ടുപോകാന്ന് പറയുന്നത് ചെറിയ ബുദ്ധിമുട്ടുള്ള കാര്യം. അങ്ങനെ താരങ്ങൾക്ക് താരരാജാക്കന്മാർക്ക് തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ ഇതിനു മുൻപും കൊണ്ടുപോയിട്ടുണ്ട്. അതിന് ഉദാഹരണമായിരുന്നുവല്ലോ പണ്ട് മാക്ടെ പിളർത്തി ഫെഫ്കെ ഉണ്ടാക്കിയത്. ഒരൊറ്റ രാത്രി കൊണ്ട് പിളർത്തി. അതൊക്കെ സാധ്യമാണ് ഇപ്പോഴും. അങ്ങനെയാണെങ്കിൽ ആന്റണി പെരുമ്പാവൂരിന്റെ ഈ വരവ് അതൊരു തുടക്കം മാത്രമെന്ന് കരുതേണ്ടി വരും. ആന്റണി പെരുമ്പാവൂരിനെ നിങ്ങൾ അച്ചടക്ക നടപടിക്ക് വിധേയനാക്കുമോ? അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെയാണല്ലോ, നിങ്ങളുടെ തീരുമാനത്തിനെതിരെയാണല്ലോ. ആന്റണി പെരുമ്പാവൂർ ഞങ്ങളുടെ വൈസ് പ്രസിഡന്റിനെതിരെ, അതായത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ആദ്യമേ അത് അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹത്തിന് എത്രമാത്രം സംഘടനയുടെ ഈ കാര്യങ്ങളെ കുറിച്ച് അറിയാമെന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഒരു ഇതാണ്. ആന്റോ ജോസഫ് എന്തുകൊണ്ട് പറഞ്ഞില്ല? പ്രസിഡന്റിന്റെ മൗനം ഞങ്ങൾ അത് അദ്ദേഹത്തിന്റെ വിയോജിപ്പായി കരുതുന്നു. മൗനം സമ്മതമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പണ്ടൊക്കെ. അതാണ് നമ്മുടെ അറിവുള്ളത്. അപ്പം വിയോജിപ്പാകാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിട്ടു. അത് അങ്ങനെ വഴിതിരിച്ചാണ് അദ്ദേഹം അത് വിട്ടത്. ആന്റോ ജോസഫ് എന്ന് പറയുന്ന നിർമ്മാതാവ് കഴിഞ്ഞ 6 മാസമായിട്ടും കുറച്ചു കാലമായിട്ടും പുള്ളിയുടെ സിനിമ തീരുന്നവരും അദ്ദേഹം ഒഫീഷ്യലി ലീവ് എഴുതി തന്നിട്ടുണ്ട്. ഇത് റെക്കോർഡിക്കലാണ്. അപ്പോൾ ആ ഒരു പ്രസിഡന്റിന്റെ അഭാവത്തിൽ വൈസ് പ്രസിഡന്റ് ആണ് ആ സ്ഥാനത്തിരിക്കുക. അത് ബൈലോ പ്രകാരം, ഞങ്ങളുടെ അസോസിയേഷന്റെ ബൈലോ പ്രകാരം അവിടെയുണ്ട്. അപ്പോൾ അത് അനുസരിച്ച് സുരേഷ് കുമാർ ആ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്തു. അദ്ദേഹമാണ് പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ട്രേഡ് ബോഡികളിൽ ഈ കാര്യത്തിൽ പ്രധാനമായിട്ടും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആണ് വിളിച്ചു വരുത്തിയെന്നുള്ളതുകൊണ്ട് അദ്ദേഹമാണ് ആ പ്രസ് മീറ്റ് പ്രിസൈഡ് ചെയ്തത്. അപ്പം അദ്ദേഹത്തിന് ആ കാര്യത്തിനെ കുറിച്ച് അറിവില്ല എങ്കിൽ ആരെങ്കിലും വിളിച്ചു ചോദിച്ചൂടെ? ഒരു ഹിയർസേ ആണോ വേണ്ടത്? ഇത്രയും സിനിമയെ കുറിച്ച് അറിയാവുന്ന ആളല്ലേ അദ്ദേഹം, ശ്രീ ആന്റണി പെരുമ്പാവൂർ. നമുക്ക് ഞാനൊക്കെ ആന്റണി ഏട്ടാന്ന് വിളിക്കുന്നത് നമുക്ക് സൗഹൃദമുള്ള ആളാണ്. അദ്ദേഹത്തിന് ഈ കൂട്ടത്തിൽ ആരെ വേണമെങ്കിലും വിളിച്ചു ചോദിക്കാം, ഇതെന്താണ് ഇവിടുത്തെ വിഷയം എന്നുള്ളത്. പെട്ടെന്ന് ഒരു ദിവസം ഇത് സുരേഷ് കുമാർ ഈ പറഞ്ഞതുപോലെ ഓഫ് റെക്കോർഡ് ഒരു മാധ്യമ പ്രവർത്തകർ പറഞ്ഞ കാര്യം അത് വരുന്നു. അതിനെ പുള്ളി പിൻവലിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷവും വീണ്ടും പ്രകോപനം, അദ്ദേഹത്തിനെ വേട്ടയാടുന്നു. ഫാൻസുകൾ അല്ലെങ്കിൽ മറ്റ് പ്രൊമോഷൻ പേജുകൾ അദ്ദേഹത്തിനെതിരെ പറയുന്നു. ആരാണ് സുരേഷ് കുമാർ? സുരേഷ് കുമാർ 3 ഇക്കിളിപ്പടം എടുത്തതാണ് എന്നൊക്കെയാണ് ഞാൻ വായിച്ചത്. എന്ത് ഇക്കിളിപ്പടം സുരേഷ് കുമാർ എടുത്തത്? സുരേഷ് കുമാർ എടുത്ത സിനിമയെ കുറിച്ച് ഈ കൊച്ചു പിള്ളേർക്ക് വല്ലതും അറിയാമോ? മെനഞ്ഞാന്ന് വന്ന് കീബോർഡ് വിപ്ലവം നടക്കുന്ന പിള്ളേർക്ക് എത്ര പേർക്ക് അറിയാം? അപ്പൊ ഇതൊക്കെ പറയുമ്പോ ഇത് കുറെ പിള്ളേരെ ഇറക്കി ആരെങ്കിലും ഒക്കെ വിടുക, അല്ലെങ്കിൽ അവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുക. ഒരാളെ കാര്യം അറിയാവുന്ന ആന്റണി പെരുമ്പാവൂരിന് അറിയില്ല എങ്കിൽ ആന്റണി പെരുമ്പാവൂരിന് പിന്നിലുള്ള ആളിന് അറിയാമല്ലോ സുരേഷ് കുമാർ ആരാണെന്ന്. ഇത് ആക്ച്വലി ഞാൻ പറയുന്നത് ഇത് ആരാണ് ഇതിന്റെ മുന്നിൽ ഇതിന്റെ പിന്നിലെന്നുള്ളതല്ല മഞ്ജുഷേ. ഞാൻ പറയുന്നത് ഒരു വ്യവസായം നിന്ന് അതിന്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് പകരം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കെട്ടിച്ചമച്ചൊരു ഒരു പോസ്റ്റ് ഇടുക, എന്നിട്ട് ഒരാളെ വേട്ടയാടുക, എന്നിട്ട് വ്യവസായത്തിൽ മുഴുവൻ പ്രശ്നങ്ങൾ, ഇവർക്കൊന്നും പ്രശ്നമില്ല, വ്യവസായത്തിന് ഒരു പ്രശ്നമില്ല എന്ന് പറയുക. യാഥാർത്ഥ്യം അറിയാവുന്നവരല്ലേ, സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിയാമല്ലോ. അപ്പൊ ഇത് ആർക്ക് വേണ്ടിയാണ്? സിനിമയിലെ യഥാർത്ഥമായിട്ടുള്ള ഒരു കളക്ഷൻ പുറത്തു വിടുന്നതിനാണോ പ്രശ്നം?
100 കോടി ക്ലബ് എന്ന് പറയുന്നതിനാണ് പ്രശ്നം. 100 കോടി ക്ലബ് എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസറിന് ആത്യന്തികമായി ആദ്യം കാശ് മുടക്കുന്ന ഏതാണ്? പ്രൊഡ്യൂസറാണ്. ആത്യന്തികമായി അയാളിലേക്ക് വരുന്ന കാശ് എന്താണ്? അതാണ് പ്രൊഡ്യൂസർ അദ്ദേഹത്തിന്റെ ലാഭമായി കണക്കാക്കുന്നത്. പ്രൊഡ്യൂസർ അതേ പറയുള്ളൂ. 30% സർക്കാർ കൊണ്ടുപോകുന്നു എന്ന് പറയുന്നു. ഈ സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സർക്കാരിനെതിരെ സെക്രട്ടേറിയറ്റിൽ മാർച്ച് നടത്തുമ്പോൾ അവിടെ 2000, 3000, 10,000 ആൾക്കാരെ കൊണ്ടുതരാമെന്ന് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ ഞങ്ങൾക്ക് ആ മീറ്റിംഗിൽ കേട്ടിട്ടുണ്ടായിരുന്നു. ഇല്ലാന്ന് ഷിബു സുശീലൻ പറയട്ടെ, അദ്ദേഹവും കേട്ടിട്ടുണ്ടായിരുന്നു ആ മീറ്റിംഗിൽ. അപ്പം ഇത്തരം കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുകയും സർക്കാർ അനുകൂലമായി നിലപാടെടുക്കാനും വേണം. അതിന്റെ കൂട്ടത്തിൽ ആർട്ടിസ്റ്റുകളുടെ പ്രശ്നങ്ങൾ, ഇതര പ്രശ്നങ്ങളാണ് ഞങ്ങൾ അവിടെ പരിഹരിക്കാനായിട്ട് ഞങ്ങൾ അവിടെ കൂടിയത്. അല്ലാതെ ആരെയും പിൻ പോയിന്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു താരങ്ങളെ കൊണ്ട് ഇത് ചെയ്യിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല. പൊതുവായിട്ട് വരുന്ന ചർച്ചകൾ നാച്ചുറലി പല സംഘടനകളും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ചർച്ചകൾ പല രീതിയിൽ വരും. ആ ചർച്ചകളിലുള്ള എല്ലാത്തിനെയും ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തുക. അല്ല, ഈ 100 കോടി ക്ലബിന്റെ കാര്യം എന്ന് പറയുമ്പോൾ അത് എല്ലാ ഭാഷകളിലും അത് വരുന്ന ഒരു കാര്യമാണ്. അതിന് ആന്റണി പെരുമ്പാവൂർ പറയുന്നത് ഈ അറ്റാദായം, നിർമ്മാതാവിന് കിട്ടുന്ന അറ്റാദായം എന്ന് ഒരിടത്തും പറയുന്നില്ല. 100 കോടി ക്ലബ് എന്ന് പറയുമ്പോൾ 100 കോടിയും നിർമ്മാതാവിന് കിട്ടുന്നു എന്നല്ല അർത്ഥമാക്കുന്നത്. അത് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ 100 കോടി ക്ലബ് ഇല്ല, 200 കോടി ക്ലബ് ഇല്ല എന്ന് എന്തിനാണ് സുരേഷ് കുമാർ ഇങ്ങനെ പറഞ്ഞതെന്നാണ്. ആന്റണി പെരുമ്പാവൂർ ആരുടെ ഭാഗത്ത് നിന്നാണ് സംസാരിക്കുന്നത് എന്നുള്ള അദ്ദേഹം വ്യക്തമാക്കിയാൽ കൊള്ളാം. അദ്ദേഹം ഒരു പ്രൊഡ്യൂസറായിട്ടാണോ സംസാരിക്കുന്നത്, അതോ ഒരു അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ മെമ്പറായിട്ടാണ്? അദ്ദേഹം അമ്മയുടെ മെമ്പറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെയാണോ സംസാരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളുടെ ഈ ന്യൂസ് 18 എന്ന് പറയുന്ന ചാനലിൽ വന്നിരുന്ന മരക്കാർ റിലീസിന്റെ സമയത്തും കുറുപ്പിന്റെ റിലീസിന്റെ സമയത്തും അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിന് വേണ്ടി അടിയുറച്ച് നിന്ന് സംസാരിച്ച ആളാണ് ഞാൻ. അതിനുശേഷം അദ്ദേഹം എന്നെ വിളിച്ച് എവിടെ വെച്ച് കണ്ടപ്പോൾ പറയുകയും ചെയ്തു, എനിക്ക് വേണ്ടി സംസാരിച്ചു കാര്യമായിട്ട്. ആ അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് ഇവിടെ വന്നിരുന്ന് പറയുന്നതിൽ വിഷമമുണ്ട്. പക്ഷെ അദ്ദേഹം ഈ എടുത്ത നിലപാട് ശരിയല്ല എന്നുള്ളത് ഞങ്ങൾ വളരെ വ്യക്തമായും ശക്തമായും പറയുകയാണ്. ഞങ്ങളുടെ വൈസ് പ്രസിഡന്റിന് എതിരെ എന്ത് വന്നാലും അത് പ്രതിരോധിക്കാൻ നിർമ്മാതാക്കളുടെ സംഘടന എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അല്ല, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അമ്മയിൽ പ്രവർത്തിക്കട്ടെ, ഞങ്ങളുടെ സംഘടനയിൽ വേണ്ട എന്ന് തീരുമാനിക്കാൻ എന്താണ് നിങ്ങൾക്ക് മടി? ഞങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അദ്ദേഹം ഒരു നിർമ്മാതാവാണ്. അദ്ദേഹം 25 കൊല്ലമായിട്ട് മലയാളത്തില് വലിയ വലിയ സംഘടനയുടെ കാര്യമാണ് പറഞ്ഞത്. സംഘടനയിൽ അദ്ദേഹം അപക്വമായിട്ട് നിരന്തരം സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നിർമ്മാതാവിനോട് അത്ര അപക്വമായിട്ട് പെരുമാറുമെന്ന് മഞ്ജുഷിന് തോന്നുന്നുണ്ടോ? ഞങ്ങൾ അത് ചർച്ച ചെയ്ത് അദ്ദേഹവുമായി ചർച്ച ചെയ്ത് അത് രമ്യതയിൽ തീരുമെങ്കിൽ തീരട്ടെ. വലിയ പേരുകളാണ് സുരേഷ് കുമാർ, ആന്റണി പെരുമ്പാവൂർ എന്നൊക്കെ പറയുന്നത്. മലയാള സിനിമയിൽ അത്യാവശ്യം വലിയ വലിയ സിനിമകൾ ചെയ്തിട്ടുള്ളവരാണ്. നിരന്തരം സിനിമയുടെ കാര്യത്തിൽ നെഞ്ചു പിരിച്ച് ഇടപെടുന്ന ആളാണ് സുരേഷ് കുമാർ. ആന്റണി പെരുമ്പാവൂർ നിരന്തരം വലിയ വലിയ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ അത്രയും അപക്വമായിട്ടൊന്നും ഞങ്ങൾ പെരുമാറേണ്ട കാര്യമില്ലല്ലോ. അത് ചർച്ചയിൽ രമ്യമായി പരിഹരിക്കാൻ പറ്റുമെങ്കിൽ അത് തീർച്ചയായിട്ടും പരിഹരിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരു കുടുംബമാകുമ്പോൾ പല പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ ചർച്ച ചെയ്തല്ലേ ഞങ്ങൾ പരിഹരിക്കാം. അപ്പൊ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടുണ്ടാവും. ചേട്ടൻ അനിയനെ പറഞ്ഞെന്നിരിക്കും, അനിയൻ ചേട്ടനെ പറഞ്ഞെന്നിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കും. അത് ഞങ്ങൾ സംസാരിച്ച് അതിനെ ഒരു പരിഹാരത്തിൽ എത്താൻ പറ്റുവാണെങ്കിൽ പരിഹാരത്തിലെത്തും. ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തമ്മിൽ സംസാരിക്കാതെ സംസാരങ്ങൾ നടക്കും. ഇത് എവിടെയെങ്കിലും ഇതിനൊരു പര്യവസാനം ഉണ്ടാവുമല്ലോ, നാച്ചുറലി ഉണ്ടാവും. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ന്യൂസ് ചാനലിൽ ഒരു വിഷയം ഇങ്ങനെ നിരന്തരം കത്തിക്കൊണ്ടിരിക്കും, ഒരാഴ്ച കഴിയുമ്പോൾ അത് സബ്സൈഡ് ചെയ്യും. അതുപോലെ ഇതെല്ലാം കെട്ടടങ്ങാം. ഐസ് ബ്രേക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷെ അതിൽ വെളിയിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സിനിമയിൽ നടക്കുന്ന അനഭിലഷണീയമായ കാര്യങ്ങളാണ്. അവിടെ ഈ 100 കോടി ക്ലബ്ബ് എന്നൊക്കെ പറയുന്നു ഊതി വീർപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്ന് ഒരു പക്ഷം പറയുന്നു, അങ്ങനെയല്ല എന്ന് മറുപക്ഷം പറയുന്നു. താരങ്ങൾ അമിതമായ പ്രതിഫലം വാങ്ങുന്നുവെന്ന് ഒരു പക്ഷം പറയുന്നു, അങ്ങനെയല്ല, അത് അവർ അധ്വാനിച്ചതിന്റെ പ്രതിഫലമാണ് കിട്ടുന്നതെന്ന് മറുപക്ഷം പറയുന്നു. ഈ നിർമ്മാതാക്കളില്ലെങ്കിൽ സിനിമയില്ല എന്ന് പറയുന്നുവെന്ന് ഒരു പക്ഷം പറയുന്നു. ഈ നിർമ്മാതാക്കളെ വലിയ വലിയ നിർമ്മാതാക്കളാക്കി മാറ്റിയത് താരങ്ങളാണെന്ന് മറുപക്ഷം പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊതുസമൂഹം ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് അവിടെ കാട്ടിക്കൂട്ടുന്നതെന്ന്. താരങ്ങളെ നിർമ്മാതാക്കളാക്കി മാറ്റിയത് നിർമ്മാതാക്കളാണ്. പിന്നെ രണ്ടാമത്, ഞാൻ ഫോർ എക്സാമ്പിൾ, ഒരു താരം 5 കോടി രൂപ വാങ്ങിക്കുകയാണ്. ആ സിനിമയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ കോസ്റ്റ് ഒരു 12 13 കോടി രൂപയാണ് എന്ന് വെച്ചാൽ അവരുമായിട്ട് ഒരു ധാരണയിലെത്തിയിട്ട് ഇത്ര ശതമാനം ഇപ്പോൾ ഇത്ര ബിസിനസ് വരുമ്പോൾ ഒരു നിർമ്മാതാവിന് ലിക്വിഡിറ്റി അത്രയും നമുക്ക് ഉണ്ടാവും. ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു മേജർ ചങ്ക് താരം സിനിമ തീരുന്നതിന് മുമ്പേ കൊണ്ടുപോവുകയും ആ സിനിമ നഷ്ടത്തിൽ വരികയും ചെയ്യുവാണെങ്കിൽ താരത്തിന് കാശ് കൊണ്ടുപോകാം.
ഒരൊറ്റ സിനിമയ്ക്ക് പോലും ഒരു നിർമ്മാതാവല്ലാതെ മറ്റൊരാൾക്കും ഇതുകൊണ്ട് നഷ്ടം ഉണ്ടാകുന്നില്ല. എല്ലാവരും ശമ്പളം വാങ്ങിക്കുന്നവരാ. അപ്പൊ അതിനകത്ത് ഏറ്റവും റെസ്പോൺസിബിൾ ആവേണ്ട 3 പേരെന്ന് പറയുന്നത് ഒന്ന് നിർമ്മാതാവും, ഒന്ന് സംവിധായകനും, ഒന്നും അതിൽ അഭിനയിക്കുന്ന മേജർ താരമാണ്. ഇപ്പൊ പുതുമുഖങ്ങളുടെ പടമോ അല്ലെങ്കിൽ ചെറിയ താരങ്ങളോ ഒന്നും, ചെറിയ ശമ്പളം വാങ്ങിക്കുന്ന താരങ്ങളോ ഒന്നും നമ്മൾ പറയുന്നത്. അല്ല, ബിനു കിരിയത്ത് ഇവിടെ പറയുന്നുണ്ടായിരുന്നു അവർ ഇത്രയും ഉയർന്ന പ്രതിഫലം ചോദിക്കുകയാണെങ്കിൽ അവരെ വേണ്ട എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് കൂടെയെന്ന്. ശ്രീ ബിനു. അല്ല, എനിക്ക് പോകാൻ ധൃതിയുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതായത് വേറൊന്നുമല്ല, ഇപ്പോൾ സന്ദീപൊക്കെ പറഞ്ഞാൽ സന്ദീപൊക്കെ സിനിമ കണ്ട് വളർന്ന ആൾക്കാരാണ് തീർച്ചയായിട്ടും. അപ്പം ഞാൻ പറയുന്നത് ഇതിപ്പം പരസ്പരം സംസാരിച്ച് തീർക്കുക, പരസ്യ പ്രസ്താവനകൾ വേണ്ടാന്ന് ഇരുകൂട്ടരും തീരുമാനിക്കുക. അല്ലാതെ സുരേഷ് കുമാർ മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. സുരേഷ് ഒന്നും അങ്ങനെയൊന്നും മാപ്പ് പറയുന്ന വ്യക്തിയുമല്ലേ. അപ്പോൾ അത് വാശി കൂട്ടുകയാണ്. ഇന്നിപ്പോൾ എനിക്ക് ജയൻ ചേർത്തല, എൻ്റെ വലിയ സുഹൃത്താണ്, അദ്ദേഹം ഒരു ചാനലിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ കടത്തിലായിരുന്നപ്പോൾ അമ്മ പ്രോഗ്രാം ചെയ്തു കൊടുത്തു. അതൊക്കെ ഇവിടെ പരസ്യമായിട്ട് പറയേണ്ട കാര്യങ്ങളല്ലല്ലോ. വിനുചേട്ടാ, അത് വിവരക്കേടാണ് പറയുന്നത്. അത് വിവരക്കേടാണ്. അതാണ് ഞാൻ ഇനി ആണെങ്കിൽ തന്നെ പരസ്പരം പറയേണ്ട കാര്യമില്ലായിരുന്നു ഞാൻ ജയനോട് പറയുക. താരങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അതെ. അപ്പൊ ജയൻ ചേർത്തല ഒന്നും പറയുന്നതിനൊന്നും അദ്ദേഹം പറയുന്നതൊക്കെ ഞാൻ എന്റെ ഒരു അറ്റവും മൂലയൊക്കെ കൊണ്ടൊക്കെ കേട്ടു. അദ്ദേഹം പറയുന്നതിലൊക്കെ എന്തോ എന്നാ ഇനി അമ്മ ഒരു നിർമ്മാതാക്കളുടെയും സംഘടനയുള്ള ആരുടെയും പടം ചെയ്യാൻ തീരുമാനിക്കുന്നില്ല. അപക്വമായിട്ടുള്ള ചില പ്രസ്താവനകളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതൊക്കെ ഞാൻ പറയുന്നത് ഇതൊക്കെ ഇവര് കൂടിയാലോചിച്ച് സംസാരിക്കുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞു. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. പരസ്യ പ്രസ്താവനകൾ നിർത്തിയിട്ട് ഇരുകൂട്ടരും സംസാരിക്കട്ടെ. ആന്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞ ഒരു വലിയ നിർമ്മാതാവാണ്, സുരേഷ് കുമാറും വലിയ നിർമ്മാതാവാണ്. അവർ തമ്മിലൊന്നും ഒരു വലിയ സ്പ്ലിറ്റിലേക്ക് പോകുന്ന ആരെങ്കിലും ആഗ്രഹിക്കണമെങ്കിൽ അതൊന്നും നടക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതൊക്കെ പണ്ടും സിനിമയിലുള്ളതാണ്, വർത്തമാനങ്ങളും വഴക്കുകളും എല്ലാം. അതൊക്കെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. സുരേഷ് കുമാർ പറയുന്ന താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണം എന്നുകൊണ്ട് താരങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി മാത്രമല്ല. താരങ്ങൾ റെമ്യൂണറേഷൻ എല്ലാം കുറച്ച് കൂടുതൽ സിനിമകൾ ഉണ്ടായാലും ഒരുപാട് പാവങ്ങൾ ജീവിച്ചു പോകും. അതാണ് സുരേഷ് കുമാർ ഉദ്ദേശിച്ചത്. കുറേ ഡ്രൈവേഴ്സ് ഉണ്ട്, കുറേ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്, പ്രൊഡക്ഷൻ ബോയ്സ് ഉണ്ട്. അവരെല്ലാം ജീവിക്കണമെങ്കിൽ ഇവിടെ സിനിമ വേണം. ശരി, ജയൻ ചേർത്തല ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കിലാണ്. അതല്ലെങ്കിൽ അദ്ദേഹം ടെലിഫോൺ ലൈനിൽ സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. അല്പസമയം മുമ്പ് വിളിച്ചപ്പോഴും അദ്ദേഹം ഷൂട്ടിലാണ്. അത് കഴിഞ്ഞ് സംസാരിക്കാമെന്നാണ്. ഒരു കാര്യം കൂടി ജയൻ ചേർത്തല പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ഞാനിവിടെ പറഞ്ഞിരുന്നു, ഈ സുരേഷ് കുമാറിന്റെ മകൾ വലിയ പ്രതിഫലം വാങ്ങിയാണല്ലോ, കോടികൾ വാങ്ങിയാണല്ലോ അഭിനയിക്കുന്നത് എന്ന് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വരികയാണ്. ശ്രീ സന്ദീപ് സേനൻ. സുരേഷ് കുമാറിന്റെ മകൾ പ്രതിഫലം വാങ്ങി ഒരു പടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അങ്ങനെ ഒരു വിഷയം ഇവിടെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവര് വാങ്ങിക്കുന്നത് തെന്നിന്ത്യയിൽ മറ്റ് സിനിമകളിലാണ്. അതായത് 100, 200, 300 കോടി രൂപ കോസ്റ്റ് ഉള്ള സിനിമകളിലൊക്കെ അഭിനയിക്കുമ്പോൾ അവർ ആ കോസ്റ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ അവർ വളരെ ഫെയർ ആയിട്ടുള്ള ശമ്പളം മാത്രം വാങ്ങിക്കുന്ന ഒരു അഭിനേത്രിയാണ്. അവർ ഇന്ന് വരെയും ഒരു സിനിമയിൽ അവർക്ക് ഒരു സിനിമയുടെ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ അവർ മലയാളത്തിൽ വരുമ്പോൾ മലയാളത്തിന്റെ മാർക്കറ്റ് അനുസരിച്ച് മാത്രമേ അവർ ശമ്പളം വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ വ്യക്തിപരമായിട്ട് സുരേഷ് കുമാർ ഒരു കാര്യം പറയുമ്പോൾ മകളെയും ഭാര്യയെയും എടുത്തിടുന്നത് അപക്വമാണ്. ജയൻ ചേർത്തലയൊക്കെ വളരെ അത്യാവശ്യം പ്രായമുള്ള ഒരു നടനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹമൊക്കെ പക്വതയോടുകൂടി ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടേ. ഒരാളെ വീട്ടിലിരിക്കുന്ന ഭാര്യയും മകളെയൊക്കെയാണ് പറയുന്നത്. ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ എത്രയോ പേരാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും മകളെയൊക്കെ പറയുന്നത്. സുരേഷ് കുമാർ അദ്ദേഹത്തിന്റെ ഭാര്യ സുരേഷ് കുമാർ നിർമ്മാതാവായിരിക്കുമ്പോൾ കല്യാണം കഴിച്ചതാണ് മേനക സുരേഷിനെ. അപ്പൊ അദ്ദേഹം നിർമ്മാതാവായിട്ട് ഇവിടെ മലയാള സിനിമയിൽ വന്ന ആളാണ്. അല്ലെങ്കിൽ അദ്ദേഹം സിനിമയുടെ മുൻകാലം അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നു, അത് കഴിഞ്ഞ് നിർമ്മാതാവായിട്ട് വന്നു. ഈ എല്ലാ സൂപ്പർ താരങ്ങളും ഒക്കെ ഇപ്പൊ പറയുന്ന എല്ലാവരും ഉണ്ടാവുന്നതിന് മുമ്പേ, സൂപ്പർ താരങ്ങളാവുന്നതിന് മുമ്പേ അദ്ദേഹം അവരുടെ കൂടെ പ്രവർത്തിച്ച ആൾക്കാരാണ്. സൗഹൃദത്തിന്റെ പുറത്ത് സിനിമ ഉണ്ടായിട്ടുള്ള ആളാണ്. ഇവരെല്ലാരും ഒരുമിച്ച് വന്നവരാണ്, ഒരുമിച്ച് വളർന്നു വന്നവരാണ്. അപ്പൊ ഈ മിനിഞ്ഞാന്ന് വരുന്ന കുറെ കീബോർഡ് വിപ്ലവകാരികൾ ഇവിടെ വന്നിരുന്നത് സംസാരിച്ചാൽ അദ്ദേഹം അല്ലാതാവൂ. അപ്പം ഇത് അതാ ഞാൻ പറഞ്ഞത്. ഈ ഒരു ജയൻ ചേർത്തല ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ 2 പ്രാവശ്യം ആലോചിച്ചിട്ട് വേണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. നമ്മൾ മലയാളത്തിലെ എല്ലാ വലിയ നടന്മാരെയും ഞങ്ങൾ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ ഈ ഓരോ പത്രസമ്മേളനത്തിന് ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പൊ സുരേഷ് കുമാർ പറയുന്നത് ശരിയല്ല എന്ന് ജയൻ ചേർത്തല സിനിമ നിർമ്മിക്കട്ടെ, അദ്ദേഹം ഒരു സിനിമ പോയി നിർമ്മിക്കട്ടെ.
ശരി, ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ശ്രീ എം അരുൺ, അദ്ദേഹം ചലച്ചിത്ര അക്കാദമി അംഗമാണ്. ശ്രീ പെല്ലിശ്ശേരി, അദ്ദേഹം സിനിമാ ലേഖകനാണ്. ശ്രീ എം അരുൺ, ഇന്ന് മന്ത്രി സജി ചെറിയാൻ പറയുന്നത് ഈ സിനിമയിലെ തർക്കത്തിൽ എന്തായാലും സർക്കാർ ഇടപെടുന്നില്ല എന്നാണ്. പക്ഷേ സിനിമാ സമരത്തിന്റെ കാര്യം പറയുന്നുണ്ട്, അതിന്റെ ആവശ്യമില്ല എന്ന്. പക്ഷേ പ്രൊഡ്യൂസേഴ്സ് പറയുന്നത് ഇങ്ങനെ ഒരു ആവശ്യം വന്നിട്ടുണ്ട്. അത് താരങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത് മാത്രമല്ല, വിനോദ നികുതി പോലെയുള്ള കാര്യങ്ങളും അവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അതിലെ ഒരു കാര്യം മാത്രം എടുത്തു വെച്ചുകൊണ്ട് ഈ ഇദ്ദേഹം ആരാണ്, നമ്മുടെ ആന്റണി പെരുമ്പാവൂർ ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അതിലേക്ക് ചർച്ച പോകുന്നത്. അരുൺ, ഈ വിഷയത്തില് ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത പ്രൊഡ്യൂസേഴ്സിന്റെ പ്രതിനിധിയും അതിനുശേഷം സംസാരിച്ച സിനിമഗിരിയത്തൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവർ തമ്മിലുള്ള വിഷയങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കാൻ പോകുന്നതാണ്. കാരണം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് കോടികളുടെ ഒരു ബിസിനസ് എന്ന രീതിയിൽ ഉള്ള ചർച്ചകളും ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഒക്കെ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഉണ്ടായിട്ടുള്ള പ്രശ്നമല്ല, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളല്ല താരങ്ങളുമായി ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള വിഷയമാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, പതിറ്റാണ്ടെന്ന് പറഞ്ഞാല് ഒരു 2010 മുമ്പും ഇത്തരം ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷവും വളരെ ഗൗരവത്തിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ താരങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളുകളെ തന്നെയാണ് ഇവര്. നാളെ ഇവരുടെ നിലപാട് മാറും എന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. ഈ വിഷയത്തിൽ താരങ്ങൾ സിനിമയുടെ ചെലവ് കൂട്ടി ഈ മേഖലയിൽ ജീവിക്കുന്ന ആളുകളുടെ, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ ജീവിക്കുന്ന ആളുകളുടെ ജീവിതം പ്രതിസന്ധിയിലാക്കുന്നു എന്ന ഒരു അഭിപ്രായവും എന്ന ഒരു ചർച്ചയും സജീവമാകുമ്പോൾ ഇത് കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിൽ തീരുമാനിക്കേണ്ട കാര്യം എല്ലാ സിനിമാ സംഘടനക്കാരും ഇതുമായി ബന്ധപ്പെട്ട യോജിച്ച ചർച്ചകൾ നടത്തുക. ഒന്നാമത്തെ കാര്യം അതാണ്. യോജിച്ച ചർച്ചകൾ നടത്തി ഈ വിഷയത്തിന് പരിഹാരം കാണാനുള്ള ഒരു പരിശ്രമം നടത്തുക. സിനിമയ്ക്ക്, അതായത് ഇത്തരത്തിലുള്ള സിനിമ കച്ചവട സിനിമയ്ക്ക് പുറത്തു നിന്ന് നിൽക്കുന്ന ഒരാൾ എന്ന രീതിയിൽ നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, കുറച്ചുകൂടി ക്രിയാത്മകമായ ചർച്ചകളും കുറച്ചുകൂടി റിസൾട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും നിലനിന്നാൽ സിനിമാ മേഖല കൂടുതൽ മെച്ചപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവും. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് മലയാള സിനിമയിൽ റിലീസുകളുടെ എണ്ണം കൂടുന്നുണ്ട്. ഇപ്പോ നഷ്ടമാണെന്നൊക്കെ പ്രൊഡ്യൂസേഴ്സ് പറയുന്നെങ്കിൽ തന്നെയും ഈ സിനിമ ചെയ്യാൻ കൂടുതൽ ആളുകൾ മുന്നോട്ട് വരുന്നത് അത്രമാത്രം വലിയ നഷ്ടമാണെങ്കിൽ അങ്ങനെ വരും എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോ കർണാടക ഫിലിം ഇൻഡസ്ട്രി വളരെ താഴെയായിരുന്നു. KGF പോലുള്ള സിനിമകൾ വന്നിട്ട് അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട ഇൻഡസ്ട്രി ആയിട്ട് കർണാടകയിലൊക്കെ സിനിമ മാറിയിട്ടുണ്ട്. അപ്പോ പുതിയ ആളുകൾ കടന്നു വരട്ടെ, പുതിയ ആളുകൾ പ്രൊഡക്ഷൻ രംഗത്തേക്ക് വരട്ടെ, സാങ്കേതിക രംഗത്തേക്കും അഭിനയ രംഗത്തേക്കും എന്ന പോലെ തന്നെ പുതിയ ആളുകൾ കടന്നു വരട്ടെ എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ സമരം ചെയ്യണോ വേണ്ടോ എന്നൊക്കെ അതാത് സംഘടനയ്ക്ക് തീരുമാനിക്കാം. സംഘടനയ്ക്ക് പുറത്തുള്ള ആളുകൾക്ക് സമരം ചെയ്യണ്ട എന്ന് തീരുമാനിക്കാം. ഇപ്പോ നേരത്തെയൊക്കെ നമുക്ക് സിനിമ സെൻസർ ചെയ്യണമെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ അവരുടെ എന്താ പറയാ, അവരുടെ ഒരു സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. സത്യത്തിൽ അതിന്റെ വേണമെന്നുള്ളതായിരുന്നു ചർച്ച. അതിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് വ്യക്തിപരമായി എന്റെ അഫിഡവിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് സിനിമ സെൻസർ ചെയ്ത് തരുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമകൾ പരിശോധിച്ചാൽ അതിൽ ബഹുഭൂരിപക്ഷം സിനിമകൾ നിർമ്മിച്ചിട്ടുള്ളത് ഈ സംഘടനയ്ക്ക് പുറത്തുള്ള ആളുകളാണ്. ഇതൊരു സർക്കാർ ഇതര സംഘടനയാണ്. അതുകൊണ്ട് ഇതൊരു നിർബന്ധമായിട്ടുള്ള കാര്യം അല്ല. സംഘടനയ്ക്ക് അകത്തുള്ളവർക്ക് മാത്രമല്ല, സംഘടനയ്ക്ക് പുറത്തുള്ളവർക്കും സിനിമ ചെയ്യാം. സമരം ചെയ്യണ്ട എന്ന് തീരുമാനിക്കാം. സമരത്തിന് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കാം. തങ്ങൾക്ക് ഒരുമിച്ച് ഒരു സ്വതന്ത്ര കൂട്ടായ്മ വേറെ ഉണ്ടാക്കാം. അതൊക്കെ സാധ്യമാണ്. ഇപ്പൊ ഇവിടെ തന്നെ മഞ്ജുഷ തന്നെ പറഞ്ഞല്ലോ, ഒരൊറ്റ ദിവസം കൊണ്ട് താരങ്ങൾ ഒരു സാങ്കേതിക പ്രവർത്തകരുടെ, തൊഴിലാളികളുടെ സംഘടന പിളർത്തി മറ്റൊരു സംഘടന ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാളത്തിലെ ഇൻഡസ്ട്രി. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നവരുടെ സംഘടനയും ചിലപ്പോൾ ഇവരൊക്കെ കൂടി പുതിയൊരു സംഘടന ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടാകാം. ശരിയാണ്. അങ്ങനെ ഒരു അത്ഭുതം, അങ്ങനെ ഒരു കാര്യം സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല. ശ്രീ ഷിബു സുശീലൻ, അങ്ങനെ ഒരു കാര്യത്തിന് മലയാള സിനിമ സാക്ഷ്യം വഹിച്ചതാണ്. അന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒറ്റ രാത്രി കൊണ്ട് മാക്ടെ എന്ന സംഘടനയെ പിളർത്തി നിങ്ങളുടെ സംഘടന ഫെഫ്ക രൂപീകരിച്ച കാര്യം ഇവിടെ അറിയാവുന്നതാണ്. അന്ന് ഈ ഒരുമിച്ച് നിന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ വിഘടിച്ചു നിൽക്കുന്നത്, ഇപ്പോൾ ഈ തമ്മിൽ തല്ലുന്നതും. ഏതായാലും അങ്ങനെ ഒരു സാഹചര്യമൊന്നും മലയാള ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഇല്ല. ഇവിടെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതൊക്കെ കൃത്യമായും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇടപെട്ട് പരിഹരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിൽ നമ്മൾ ഈ അതായത് നിർമ്മാണ രംഗത്ത് ഒരു നിർമ്മാതാവിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അതാത് അസോസിയേഷന് പറയാൻ പറ്റും.
ഇപ്പോൾ തൊഴിലാളികൾക്കുണ്ടാകുന്ന പ്രശ്നം ഫെഫ്കയിൽ പറയുമ്പോൾ ഈ ഫെഫ്ക ചെന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോടാണ്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് നിർമ്മാതാക്കളെ സംരക്ഷിക്കുന്ന സംഘടന തന്നെയാണ്. അപ്പോൾ അവിടെയുള്ള പ്രശ്നങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അമിത പ്രതിഫലം കൊടുത്ത് നമ്മൾ ആരെയൊക്കെ വെക്കണം വേണ്ടാന്ന് തീരുമാനിക്കുന്ന പ്രൊഡ്യൂസേഴ്സാണ്. അത് അവരുടെ ചോയ്സാണ്. എത്ര രൂപ ഒരു ആർട്ടിസ്റ്റിന് കൊടുക്കാം, അതിൽ കൊടുക്കണോ വേണ്ടയോ, പകരം ആരാ വെച്ച് ചെയ്യാം, ഇതൊക്കെ തീരുമാനിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ്. അതിന് എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടി നല്ല സിനിമകൾ ഉണ്ടാകണം, നല്ല സബ്ജക്റ്റ് ഉണ്ടാകണം, നല്ല ഡയറക്ടേഴ്സ് വരണം, നല്ല ആർട്ടിസ്റ്റിനെ വെച്ച് സിനിമയെടുത്ത് സിനിമ ഇൻഡസ്ട്രി നല്ല രീതിയിൽ വന്നാലാണ് ഇപ്പോൾ ഈ പറയുന്ന നമ്മൾ നേരത്തെ പറയുന്നു ഗവൺമെൻറ്റിൻ്റെ ഈ ചർച്ചയിലെങ്ങും തൊടാണ്ട് ഇപ്പോൾ മന്ത്രി ഇടപെടുന്നില്ല എന്ന് പറയുന്നു. മന്ത്രി ഇടപെടില്ല എന്ന് പറയുന്ന ഒരു വാർത്ത ഇപ്പോൾ മഞ്ജുഷ തന്നെ പറയുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് ഗവൺമെൻറ്റിനാണ്. എന്നാൽ ഗവൺമെൻറ് ഈ മലയാള സിനിമയിലേക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? ഈ പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി എന്താണ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ഈ ചർച്ചയുടെ വഴിതെറ്റി പോകുന്നത് അതാണ്. 30% ടാക്സ് മേടിക്കുന്ന എൻ്റർടൈൻമെൻറ്റ് ടാക്സ് മേടിക്കുന്ന ആ ഒരു ആനുപാതിക എമൗണ്ട് മാറ്റി അതിൽ കുറച്ച് തന്നാൽ തന്നെ എത്രയോ പ്രൊഡ്യൂസേഴ്സ് ആ മുതൽ മുടക്ക് കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് തന്നെ അവരുടെ അടുത്തൊരു പടത്തിലേക്ക് പോകാൻ പറ്റും. അപ്പം നമ്മൾ ആ ചർച്ച അതൊക്കെയാണ് അന്നത്തെ ചർച്ചയിൽ സുരേഷ് ഏട്ടൻ അവിടെ സംസാരിച്ചത്. നമ്മളത് വഴിതെറ്റിച്ച് വേറെ ഏതൊക്കെയോ വഴിയിൽ അത് സ്വകാര്യ ചാനലിന് കൊടുത്ത വേറൊരു റിപ്പോർട്ടായിട്ട് അതിനെ വഴിതെറ്റിച്ച് കൊണ്ടുവന്നല്ലാണ്ട് യഥാർത്ഥത്തിൽ വേണ്ടപ്പെട്ട പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ആളുകൾ വേണ്ടത് ഈ പ്രൊഡ്യൂസേഴ്സ് തന്നെ ഈ പറയുന്ന ആന്റണി പെരുമ്പാവൂരാണല്ലോ ഇങ്ങനെ പരസ്യമായിട്ട് അതിനെ കുറിച്ച് പ്രതികരിച്ചത്. എന്നാൽ ആന്റണിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആരും വന്നിട്ടുമില്ല. ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികൾ അല്ലാതെ ഈ മറുവശത്ത് താരങ്ങളുടെ ആരും വന്നിട്ടുമില്ല. ശ്രീ ഷിബു സുശീലൻ. അല്ലല്ല, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റിനെ എതിരെ പറഞ്ഞപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കൃത്യമായി അതിന് പ്രതികരണം നൽകിയല്ലോ. അതിന് കൃത്യമായി അവർ മറുപടി നൽകി. അത് സംഘടനകൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അതിലെന്താണ് വേറെ ഒരു മാറ്റർ? വേറെ ഇനി ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് എഴുതി തന്നാലാണോ അതിൽ തിരുത്ത് വരിക? ആർട്ടിസ്റ്റ് എഴുതി തരേണ്ട ആവശ്യമൊന്നുമില്ല. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ മേലൊന്നും അല്ലല്ലോ ഒരു ആർട്ടിസ്റ്റ്. ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ആൾക്കാരാണ് പടം നിർമ്മിക്കുന്നത് കൂടുതലും. ഇപ്പം മേനക സുരേഷ് ഏട്ടൻ്റെ കാര്യം പറഞ്ഞു. സുരേഷ് ഏട്ടൻ എന്ന് പറയുന്ന വ്യക്തി ആറാം തമ്പുരാൻ പോലുള്ള അന്നത്തെ ബിഗ് ബഡ്ജറ്റ് സിനിമ എടുത്ത ആളാണ്. അല്ലാതെ പുള്ളി എന്താ പറയുന്നത്, ഈ ഫേസ്ബുക്കിൽ നേരത്തെ സന്ദീപ് സേനൻ പറഞ്ഞ പോലെ കുറച്ച് പോസ്റ്റ് കാണുന്നത് പോലെ അങ്ങനെ സിനിമ എടുത്ത് വന്നതല്ല. അപ്പം ആന്റണി ചേട്ടന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന വ്യക്തി തന്നെയല്ലേ സുരേഷ് ഏട്ടൻ. അപ്പോൾ അതാത് കാലഘട്ടങ്ങളിൽ വലിയ സിനിമ എടുത്ത് വന്നവർ തന്നെയാണ് അവരെല്ലാവരും. അപ്പോൾ ഈ കാലത്ത് പുള്ളി കഴിഞ്ഞ 2 വർഷം മുമ്പ് ടൊവിനോ തോമസിനെ വെച്ച് പടം എടുത്തു. ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും പുള്ളി പടം എടുക്കുന്നത്. സിയാദ് കോക്കർ പടം എടുത്തു, രാകേഷ് ഏട്ടൻ പടം എടുക്കുന്നു. അങ്ങനെ എല്ലാവരും സിനിമ എടുക്കുന്ന സിനിമയെ ഇന്നത്തെ അവസ്ഥ കൃത്യമായും അറിയാവുന്ന പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് ഇപ്പോഴത്തെ ഭാരവാഹിത്വത്തിലുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫെഫ്കയെ സംബന്ധിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവിടെ സിനിമകളുടെ എണ്ണം കൂടണം, നഷ്ടം വരാതെ സിനിമ നിലനിൽക്കണം, പ്രൊഡ്യൂസേഴ്സിന് നല്ല നിർമ്മാതാക്കളായ പ്രൊഡ്യൂസേഴ്സിന് സാമ്പത്തിക ലാഭം ഉണ്ടാകണം, വീണ്ടും സിനിമ ഉണ്ടാകണം. അങ്ങനെ സിനിമ ഉണ്ടായാലേ തൊഴിലാളികൾക്ക് ഇവിടെ ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാകുള്ളൂ. അങ്ങനെയുള്ള ശക്തമായ, അതായത് എവിടെയാണോ ബഡ്ജറ്റ് നിയന്ത്രിച്ച് കൊണ്ടുപോകേണ്ടത് അതിലെല്ലാം ഇടപെട്ട് ബഡ്ജറ്റ് കുറച്ച് കേരളത്തിലെ ബിസിനസ്സിന് നടക്കുന്നതനുസരിച്ച് സിനിമ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാ സംഘടനകളും ചെയ്യേണ്ടത്. അതിന് ഫെഫ്കയുടെ കാര്യത്തിൽ നിന്ന് അങ്ങനെ ഒരു മറുത്ത അഭിപ്രായമൊന്നും ഒരിക്കലും ഉണ്ടാകില്ല. പക്ഷേ ശ്രീ സന്ദീപ് സേനൻ, അമ്മയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ അനുകൂലമായ നിലപാടല്ലല്ലോ വരുന്നത്. താരങ്ങളുടെ സഹകരണമില്ലാതെ എങ്ങനെ ഈ സിനിമാ വ്യവസായത്തിൽ ഇപ്പോൾ ഷിബു സുശീലൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കും? അമ്മ എന്ന് പറയുന്ന സംഘടന അങ്ങനെ ഔദ്യോഗികമായിട്ട് ഒരു അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടില്ലല്ലോ. അവര് സഹായിക്കുമെന്ന് സഹകരണമൊന്നും ഉണ്ടാകുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം ഷിബു പറഞ്ഞത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ വളരെ വളരെ എന്താ പറയാ ക്രിയാത്മകമായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. LBT ലോക്കൽ ബോഡി ടാക്സസ് അത് നിലനിൽക്കുന്നുണ്ട്. ഇരട്ട ടാക്സ് ആണ്. നമ്മൾ കേരളം മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ ഡബിൾ ടാക്സ്. കേരളവും തമിഴ്നാടും മാത്രമേ ഉള്ളൂ ഡബിൾ ടാക്സേഷൻ ഉള്ള 2 സ്റ്റേറ്റ്സ്. അതെങ്ങനെ ഒഴിവാക്കാം, സർക്കാരുമായി എങ്ങനെ അത് സംസാരിക്കാം. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇലക്ട്രിസിറ്റി കോസ്റ്റ്
പിന്നെ ഈ തിയേറ്ററുകൾ നിർമ്മിക്കപ്പെടുമ്പോൾ അതിന്റെ ഒരു സിംഗിൾ വിൻഡോ ഇതിൽ കാറ്റഗറിയിൽ പെടുത്തി അതിനെ എങ്ങനെ തിയേറ്ററുകൾക്ക് പെർമിഷൻസ് നേരത്തെ കിട്ടാം. അതുപോലെ സംഘടനയിൽ അവർക്ക് ഒരു ലെറ്റർ 2024 നവംബറിൽ അയച്ചപ്പോൾ അവർ ഇത്രയും മാസം കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവരെ അപ്പൊ ചർച്ചയ്ക്ക് വിളിക്കുന്നതിൽ പ്രസക്തമല്ല. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അന്ന് വിളിക്കേണ്ട ഇതുമില്ല. അത് കഴിഞ്ഞിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്യാമെന്ന് ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ പത്രസമ്മേളനം 17 മിനിറ്റ് ഉള്ളത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിനകത്ത് ഇവിടെ എടുത്തിട്ടുള്ള ചർച്ച, ആ ചർച്ചക്കകത്ത് ഇരിക്കുന്നവരുണ്ടല്ലോ, അപ്പൊ ചർച്ചക്കകത്ത് ഇരിക്കുന്ന ആളാണ് ശ്രീ ഷിബു സുശീലൻ. അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം അവിടെ എന്താണ് ആ ചർച്ചയിൽ നടന്നതെന്നുള്ളത്. അദ്ദേഹം ഇന്ന് ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായി അത് അവിടിനകത്ത് നടന്ന കാര്യം എന്താണെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. വേറെ എവിടെയോ പറഞ്ഞ കാര്യത്തിനെ ഇത് വളച്ചൊടിക്കുക. അപ്പം അങ്ങനെയല്ല, അമ്മ ഇതിനകത്ത് സഹകരിക്കില്ല എന്നും. ഒരു കാര്യം കൂടി ശ്രീ സന്ദീപ് സേനൻ, താങ്കളുടെ ശ്രദ്ധയിലേക്ക്. ശ്രീ മോഹൻലാൽ അല്പസമയം മുമ്പ് ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ. അത് ശ്രീ ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റാണ്. നമുക്കെന്നും സിനിമയുടെ ഒപ്പം നിൽക്കാം. അതായത് ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ചുകൊണ്ടുള്ളതാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പോൾ ആന്റണി പെരുമ്പാവൂരിന്റെ പിന്നിലുള്ളവർ ആരൊക്കെയാണ് എന്ന് വെളിപ്പെടുത്തുവാൻ അവർക്ക് ബുദ്ധിമുട്ടില്ല. അവര് മുന്നിലും പിന്നിലും ഉള്ള ആൾക്കാർ തന്നെയല്ലേ. ആന്റണി പെരുമ്പാവൂർ എപ്പോഴും അനിൽ കുമാറിന്റെ പിന്നിൽ എന്നും അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ. അതിപ്പോ ഒരു പുതിയ കാര്യമല്ലല്ലോ. അതിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അദ്ദേഹം അങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിരിക്കാം. അല്ല, അങ്ങനെയല്ലല്ലോ. അതിനെ ആ രീതിയിൽ ലഘൂകരിച്ചാണോ താങ്കൾ കാണുന്നത്? ജി സുരേഷ് കുമാർ എന്ന നിങ്ങളുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റ്, മലയാളത്തിലെ പ്രമുഖനായ നിർമ്മാതാവ്, അദ്ദേഹത്തിനെതിരെ കടുത്ത വിമർശനമായിരുന്നു ശ്രീ ആന്റണി പെരുമ്പാവൂർ ഉന്നയിച്ചത്. അതിന്റെ ചുവട് പിടിച്ച് സോഷ്യൽ മീഡിയയിൽ വ്യക്തിപരമായിട്ട് പോലും ജി സുരേഷ് കുമാറിന്റെ കുടുംബത്തെ പോലും വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളായിരുന്നു. അപ്പോൾ മോഹൻലാൽ ഇതേ പോസ്റ്റ് തന്നെ ഷെയർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായ പിന്തുണ ആന്റണി പെരുമ്പാവൂരിന് നൽകുകയാണ്. അത് ഇത്ര ലഘൂകരിച്ചാണോ താങ്കൾ കാണുന്നത്? മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ, അദ്ദേഹം എന്ന് പറയുന്ന മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നിർമ്മാതാവ്, അദ്ദേഹത്തിന്റെ ഒത്തുചേർന്ന് നിർമ്മിക്കുന്നതാണ് ശ്രീ ആന്റണി പെരുമ്പാവൂർ. അവർ തമ്മിൽ അങ്ങനെ ഒരു ഇതുണ്ട്. അദ്ദേഹം അങ്ങനെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തു എന്നുണ്ടെങ്കിൽ അതിന്റെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ സംഘടനയായിട്ട് തീരുമാനിക്കും എന്താണ് അദ്ദേഹത്തിന് അത് അദ്ദേഹം പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ പിന്തുണയ്ക്കട്ടെ. ഇനിയിപ്പോ നമുക്കിപ്പോ ഒരാൾ പിന്തുണയ്ക്കരുത് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ലെ, ആന്റണി പെരുമ്പാവൂർ ജി സുരേഷ് കുമാറിനെതിരെ അത്രയും കാര്യങ്ങൾ പറഞ്ഞത് അത് അപക്വമാണ് എന്ന കാര്യത്തിൽ താങ്കൾക്ക് സംശയമില്ലല്ലോ? 100% അപക്വമാണ്. അങ്ങനെയാണെങ്കിൽ മോഹൻലാൽ അതിനെ പിന്തുണയ്ക്കുന്നതോ? അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലേ? അതും അപക്വമല്ലേ? അത് അപക്വമാണോ എന്നുള്ളത് ഞാൻ ഇത് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരാളുടെ വ്യക്തിപരമായിട്ട് മറ്റൊരാൾ പറഞ്ഞിട്ടുള്ള കാര്യം. ഞാൻ ആന്റണി പെരുമ്പാവൂരാണ് ഈ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം ചെയ്ത കാര്യമാണ് അപക്വം എന്ന് ഞാൻ പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ മെന്ററായിട്ടുള്ള ശ്രീ മോഹൻലാൽ സർ, അദ്ദേഹം അത് ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരാളോട് പേഴ്സണലി തോന്നുന്ന ഒരു താല്പര്യം കൊണ്ടാവാം, എന്ത് വേണമെങ്കിലും. അപ്പോൾ ഞാൻ തുടക്കത്തിൽ ചോദിച്ചതുപോലെ താങ്കൾ ഇട്ട ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടല്ലോ, ആദരണീയനായ ശ്രീ സുകുമാർ അഴീക്കോടിന്റെ ഫോട്ടോ, അത് 100% കൃത്യമാണെന്നും താങ്കളുടെ നിരീക്ഷണം ശരിയാണെന്നും ഇത് വെളിവാക്കുകയാണ്. ആന്റണി പെരുമ്പാവൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുകയാണ്. മോഹൻലാൽ നമുക്കെന്നും സിനിമയുടെ ഒപ്പം നിൽക്കാമെന്നാണ് മോഹൻലാൽ പറയുന്നത്. അതായത് ആന്റണി പെരുമ്പാവൂരിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് മോഹൻലാൽ. മലയാള സിനിമയിൽ നിർമ്മാതാക്കളുടെ സംഘടനയും താരങ്ങളും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാകുന്നതിന്റെ ഒരു സൂചന കൂടിയാണ് മോഹൻലാൽ ആന്റണി പെരുമ്പാവൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്യുന്നത്. ആന്റണി പെരുമ്പാവൂരിന്റെ പിന്നിലാര് എന്നുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ജി സുരേഷ് കുമാർ പോലും അദ്ദേഹം പിന്നീട് പറഞ്ഞത് ആന്റണി പെരുമ്പാവൂരിന്റെ പിന്നിൽ ആളുകളുണ്ട് എന്നാണ്. ആന്റണി പെരുമ്പാവൂർ ഒറ്റയ്ക്കെടുത്ത ഒരു തീരുമാനം അല്ല എന്ന നിലപാടാണ് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കും ഉള്ളത്. ആ സമയത്താണ് മോഹൻലാൽ ആന്റണി പെരുമ്പാവൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ എന്താണോ ആന്റണി പെരുമ്പാവൂർ ജി സുരേഷ് കുമാറിനെതിരെ, നിർമ്മാതാക്കളുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റായ ജി സുരേഷ് കുമാറിനെതിരെ പറഞ്ഞിരിക്കുന്നത്, അതിനെ മോഹൻലാൽ പിന്തുണയ്ക്കുന്നു എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ മലയാള സിനിമയിൽ താരങ്ങളും നിർമ്മാതാക്കളും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണ്. നിർമ്മാതാക്കളുടെ സംഘടനയെ പിളർത്തുവാനുള്ള ശ്രമമാണോ നടക്കുന്നത് എന്നുകൂടി അറിയേണ്ടതുണ്ട്. ശ്രീ സന്ദീപ് സേനൻ, ഈ രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. അല്ല, ഞാൻ പറയുന്നത് വ്യാഖ്യാനങ്ങൾ നിങ്ങൾക്ക് ആവാം. നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ്, നിങ്ങൾക്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കാം. ഞങ്ങൾ ഇതിനെ അദ്ദേഹത്തിന്റെ അവര് ഒരുമിച്ച് ഉള്ളവരാണ്. അദ്ദേഹത്തിന്റെ ശ്രീ ആന്റണി പെരുമ്പാവൂരിന്റെ ഒരു മെന്റർ തന്നെയാണ് ശ്രീ മോഹൻലാൽ സർ. അപ്പൊ അദ്ദേഹം അങ്ങനെ പിന്തുണച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവാം.
അപ്പം അതെല്ലാം അദ്ദേഹത്തിന്റെ കാര്യങ്ങളാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഞങ്ങളിത് സംഘടനാ തലത്തിൽ മാത്രമാണ് ഇതിനെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതിനെ വൈകാരികമായിട്ടോ വ്യക്തിപരമായിട്ടോ ഇതിനെ കാണാനായിട്ട് ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ ഒരു സംഘടന എന്നുള്ള രീതിയിൽ ഒരു സംഘടനയുടെ വൈസ് പ്രസിഡന്റിനെ കുറിച്ച് ഒരു നിർമ്മാതാവ് പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ വ്യക്തമായി അതിന്റെ ഒരു പത്രക്കുറിപ്പ് ഞങ്ങൾ വിട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു സംഘടനാ ഭാരവാഹി എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ വന്നിരുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പൊ അത് ഒരു അങ്ങനെ ഒരു പോസ്റ്റ് വന്നു. അത് തീർച്ചയായിട്ടും അത് ഭാവിയിൽ ചർച്ച ചെയ്യേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിക്കും, ഇല്ലെങ്കിൽ ശരി. ഷിബു സുശീലൻ, താങ്കളുടെ അഭിപ്രായം കൂടി ഈ കാര്യത്തിൽ. നമ്മളിപ്പോൾ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മോഹൻലാലിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. താങ്കളുടെ പ്രതികരണം? മോഹൻലാൽ സാറിന് ആന്റണി ചേട്ടൻ ഒരു പോസ്റ്റ് ഇട്ടത് ഷെയർ ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. അത് നേരത്തെ പൃഥ്വിരാജും ഷെയർ ചെയ്തതാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരുമിച്ചൊരു പടം, വലിയൊരു പ്രോജക്റ്റ്, മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അത് കാലങ്ങളായിട്ടുള്ള അവരുടെ ബന്ധവും അത്രത്തോളം ഉണ്ട്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ അതിനൊക്കെ ഇപ്പോൾ തൽക്കാലം കണ്ടാൽ മതി. മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മളിതിനെ വലിച്ചഴച്ച് കൊണ്ടുപോകണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് ഇതിനേക്കാൾ വേണ്ട കാര്യങ്ങൾ, സിനിമയെ മുന്നോട്ട് നന്നായി നടത്തിക്കൊണ്ടുപോകുക എന്നുള്ള കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്ത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ശരി. ശ്രീ ഷിബു സുശീലൻ, ശ്രീ സന്ദീപ് സേനൻ, ശ്രീ വിനു കിരിയത്ത്, ശ്രീ എം അരുൺ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: സിനിമയിലെ തർക്കം ആന്റണി പെരുമ്പാവൂരിന് പിന്നിൽ മോഹൻലാലോ? അതേ എന്ന് 77% പ്രേക്ഷകരും, അല്ല എന്ന് 16%. മോഹൻലാൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തതോടുകൂടി പ്രേക്ഷകരുടെ അഭിപ്രായം പൂർണ്ണമായും ശരിയാണെന്ന് ബോധ്യമായിരിക്കുകയാണ്. പാൻ ഡിബേറ്റ് അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.